ഹരേ കൃഷ്ണ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഗീത എടുക്കാം കേട്ടോ, ഗീത എടുക്കാം. സ്റ്റക്കായോ? ആരെങ്കിലും ഒരു കമന്റ് ഇട്ടെ. ഓക്കെ, ഫൈൻ. അറിഞ്ഞു ലില്ലി മാതാജി, അറിഞ്ഞു. നമുക്ക് ഗീത എടുക്കാം കേട്ടോ. കുറച്ച് സമയം കിട്ടിയപ്പോൾ ആ സമയത്തിനുള്ളിൽ ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗീതയിൽ നമ്മൾ 4-ാമത്തെ അധ്യായം എത്തിയിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടായിരുന്നോ? 4-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകം. റെഡി? വിധാരാഗഭയക്രോധ മന്മയാ മാമു പ്രാഷിതാഹ ബഹവോ ജ്ഞാന തപസ്സാ പൂത മദ്ഭാവം ആഘത. ഇതാണ് നമ്മുടെ ഗീതയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന 4-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം. കേൾക്കാമോ? ഓക്കെ. ഇതില് വീധാരാഗഭയക്രോധ എന്നാണ് ആ ശ്ലോകത്തിന്റെ തുടക്കം വരുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രാഗം, ഭയം, ക്രോധം. അതായത് ക്രോധം എന്ന് പറഞ്ഞ അർത്ഥം അറിയാലോ, രാഗം, ഭയം, ക്രോധം. അതാണ് വീധാരാഗഭയക്രോധ എന്ന് പറയുന്നത്. ഇതൊന്നും ഇല്ലാത്തവരായിട്ട്, ഇതൊന്നും നമുക്ക് പാടില്ല. ക്രോധം പാടില്ല, രാഗം പാടില്ല, ഭയം പാടില്ല. നമ്മളിൽ പലരും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്കും ആകെ ടെൻഷനാവും അല്ലേ? നമ്മൾ ബോൾഡായിട്ടിരിക്കും. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നത് പോലെ പ്രശ്നങ്ങൾ നമ്മൾ അലട്ടിക്കൊണ്ടേയിരിക്കും. അത് ഉറപ്പാണ്. പ്രശ്നങ്ങളില്ലാതെ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ അലട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും പതറിപ്പോകരുത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. കാരണം അത് ഈ ജന്മത്തിന്റെ പ്രശ്നങ്ങളല്ല, കഴിഞ്ഞ ജന്മത്തിലുള്ള നമ്മുടെ കുറേ കാര്യങ്ങളാണ്. അത് ഈ ജന്മത്തിൽ നമ്മളെ ഫോളോ ചെയ്യാണ്. അപ്പം ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തു വരാം എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. വാട്ട് ഈസ് നെക്സ്റ്റ്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഈ പ്രശ്നത്തിൽ തന്നെ നമ്മൾ അങ്ങോട്ട് വീണു പോകരുത്. അങ്ങനെ വീണു പോയാൽ ലൈഫ് അവിടെ ഫെയിലിയറായി. പല തോൽവികൾ ജീവിതത്തിൽ സംഭവിക്കും. ഒരുപാട് തോൽവികൾ സംഭവിക്കും. സാമ്പത്തികമായിട്ടുള്ള തോൽവികൾ ഉണ്ടാവും, അപരാധങ്ങൾ കേൾക്കേണ്ടി വരും, രോഗാവസ്ഥകളിലൂടെ നല്ലോണം നടക്കുന്ന ഒരാളായിരിക്കും, പെട്ടെന്ന് നോക്കുമ്പോൾ അവർക്ക് ക്യാൻസർ ആയിരിക്കും. ഇങ്ങനെ പല തരത്തിൽ ആഗ്രഹിച്ച് മോഹിച്ച് ഒരേ ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടിയെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു കൊടുത്ത ഒരാളാണ് നമ്മുടെ എല്ലാം സമൂഹത്തിൽ നമുക്കറിയുന്ന വിസ്മയയുടെ അച്ഛൻ. മകളെ തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥ ആ അച്ഛനുണ്ടായി. കാരണങ്ങൾ എന്തുമായിക്കോട്ടെ, ആരുടെ ഭാഗത്തുമായിക്കോട്ടെ. പക്ഷെ പ്രശ്നങ്ങൾ നിരവധി നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും. എല്ലാ സൈഡിൽ നിന്നും ചിലപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഈ പ്രശ്നങ്ങളിൽ നമ്മൾ വീണു പോകാതെ, ഭയപ്പെടാതെ, ഭഗവാനെ മുറുകെ പിടിച്ച് ഈ പ്രശ്നങ്ങളിൽ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നിടത്താണ് ജീവിത വിജയം. അല്ലാതെ നമ്മൾ കുറെ പണം സമ്പാദിച്ചു വെച്ചിട്ടോ, വലിയ പുരസ്കാരങ്ങൾ നേടിയിട്ടോ, വലിയ പൊസിഷനിൽ ജോലി ചെയ്യാനിരുന്നിട്ടോ ഒന്നുമല്ല. നിങ്ങൾ വലിയ വീടുകളിൽ പോയി നോക്കി നോക്കുക. നമ്മൾ പുറമെന്ന് കാണുമ്പോൾ വലിയ വീടായിരിക്കും, പക്ഷെ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു മനസമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ കണ്ണിലൂടെ നമ്മൾ കാണുന്നത് പോലെയല്ല സമൂഹത്തിലെ ഓരോ വ്യക്തികളുടെയും ജീവിതാനുഭവങ്ങൾ. പല അനുഭവങ്ങളാണ്. ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ മാതാജിക്ക് എന്ത് സുഖം. കാരണം നമ്മൾ ചെയ്യുന്ന സ്കിറ്റുകൾ നിങ്ങൾ കാണുന്നത് 7 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ആയിരിക്കും ടി വിയിൽ. അതിന്റെ പിന്നിൽ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്, ടെൻഷൻ, ഉറക്കമില്ലായ്മ, ആകെപ്പാടുള്ള വെപ്രാളം, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി പോലും അറിയില്ല. കാരണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചിന്ത മറ്റെന്തെങ്കിലും ആയിരിക്കും. എങ്ങനെ അടുത്ത കൗണ്ടർ ചെയ്യാം, എങ്ങനെ അത് ചെയ്യാം, എങ്ങനെ ഇത് ചെയ്യാം. അത് നമ്മുടെ ജോലിയുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഓരോ ജോലിക്കും അതിൻ്റെതായ ടെൻഷൻ ഉണ്ടാവും. ബാങ്ക് മാനേജർ ആയിരിക്കുന്ന ഒരാൾക്ക് നമ്മളായിരിക്കും അയാൾക്ക് എന്ത് വെക്കാനാ, ഗവൺമെന്റ് ബാങ്കിൽ മാനേജറല്ലേ, നല്ല ശമ്പളം, കാറ്, ലോണ്, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ കണ്ണിലൂടെ. പക്ഷെ അദ്ദേഹം അനുഭവിക്കുന്ന ടാർഗറ്റിന്റെ ടെൻഷൻ എത്രയായിരിക്കും? ഇങ്ങനെ പല അവസ്ഥകൾ പലരുടെ ജീവിതത്തിലും ഉണ്ട്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത വ്യക്തികൾ എന്ന് പറയുന്നത് യഥാർത്ഥമായിരിക്കുന്ന ഭക്തരാണ്. കാരണം എന്താ? അവർക്ക് ഭയമില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, അവർക്ക് ഭയമില്ല. കാരണം അവർക്കറിയാം ഇത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത പ്രയാസങ്ങളുടെ, ദുരിതങ്ങളുടെ പരിണിത ഫലമാണ്. ഇവിടെ നമ്മൾ കൂട്ടുപിടിക്കേണ്ടത് എന്താണ്? ഭഗവാനെയാണ്, ഈശ്വരനെയാണ്. അല്ലാണ്ട് നമ്മളെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അത് 10 പേരോട് കൊട്ടി ഘോഷിച്ച് നാട് മുഴുവൻ പറഞ്ഞ് 10 പേരുടെ കുറ്റം പറഞ്ഞ് അപ്പുറത്തുള്ളവരോട് പറഞ്ഞ് ഇങ്ങനെ ജീവിച്ചിട്ട് ഒരു അർത്ഥവുമില്ല. ആ പ്രശ്നങ്ങളെ നമ്മൾ സ്വയം ചിന്തിച്ച് ഒതുക്കുന്നിടത്താണ് നമ്മൾ എന്താണ് ഭഗവാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം സൂക്ഷിക്കുന്നത്. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്.
രാഗം ഭയം ക്രോധം എന്നിവയില്ലാത്തവരായി, എന്നിൽ തന്നെ മുഴുകിയവരായി, ആശ്രയിച്ചവരായി, അതായത് ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ജ്ഞാനമയമായ തപസ്സുകൊണ്ട്, വെറും തപസ്സല്ല, വെറുതെ കണ്ണുകൾ അടച്ചിങ്ങനെ തപസ് ചെയ്ത് ചെയ്യാനല്ല ഭഗവാൻ പറയുന്നത്, ജ്ഞാനമയമായ തപസ്. ഭഗവാൻ പറയുന്ന ഓരോ വാക്കുകളിലും അർത്ഥമുണ്ട്. നമ്മൾ അതിന്റെ അന്തരാർത്ഥമാണ് മനസ്സിലാക്കേണ്ടത്. ജ്ഞാനമയമായിരിക്കുന്ന എന്താ പറയാ തപസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില വ്യക്തികൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഡെയിലി രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോകും, എന്നും അമ്പലത്തിൽ പോകും, എന്നിട്ട് ഭഗവാനെ അങ്ങനെ എങ്ങനെ മറ്റേത് മറിച്ചേത് ചിലപ്പോൾ ഒന്നും ചോദിക്കില്ല. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പം ആദ്യം അവർ പറയുന്നത് എന്തായിരിക്കും അറിയോ? ഞാൻ എന്നും ഭഗവാന്റെ അടുത്ത് അമ്പലത്തിൽ വന്നവരാണ്, എന്നിട്ടും ഭഗവാൻ എന്റെ നേരെ കണ്ണു തുറന്നില്ല, എന്നിട്ടും ഭഗവാൻ എനിക്ക് ദുഃഖം തന്നു. അപ്പൊ നമ്മൾ എന്തോ അങ്ങോട്ട് പോയി എന്തൊക്കെയോ ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ പോയവരാണോ നമ്മള്? ഇത് അജ്ഞാനമാണ്. നമ്മൾ പോകുന്നത് നമ്മൾ ചെയ്ത തെറ്റുകൾ, ജന്മജന്മാന്തരമായി നമ്മൾ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കണേ ഭഗവാനെ എന്ന് ചോദിക്കാൻ അങ്ങോട്ട് പോവാണ്. മനസ്സിലായി? അല്ലാതെ ഈ ജന്മത്തിൽ ഞാൻ ജീവിക്കും, എനിക്ക് അത് തരണേ ഭഗവാനെ, എനിക്ക് ഇത് തരണേ ഭഗവാനെ എന്ന് ചോദിക്കാനല്ല നമ്മൾ പോകുന്നത്. അപ്പം ഇതൊന്നുമല്ല ഭഗവാനുമായിട്ടുള്ള ഈ രീതിയിലല്ല ബന്ധം സൂക്ഷിക്കേണ്ടതെന്നും, ഞാൻ അദ്ദേഹത്തെ പൂർണ്ണമായി അറിയാൻ ഈ ജന്മം ഉപയോഗപ്പെടുത്തുകയാണ്. പൂർണ്ണമായി എന്നല്ല, പൂർണ്ണമായി നമുക്ക് ഭഗവാനെ അറിയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഒരിക്കലും നമുക്ക് ഭഗവാനെ പൂർണ്ണമായി അറിയാൻ കഴിയില്ല. സാധിക്കുന്നിടത്തോളം ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്ന ഒരു ജീവാത്മാക്കളാണ് എന്ന ആത്മബോധത്തോടു കൂടി ഒന്നും ചോദിക്കാതെ ഭഗവാനെ അറിയാൻ, ഭഗവാനെ സ്നേഹിക്കാൻ, ഭഗവാനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പോകുന്ന വ്യക്തികളുടെ പ്രാർത്ഥനയാണ് ജ്ഞാനമയമായ തപസ്സെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ജ്ഞാനമയമായ തപസ്സെന്ന് പറയുന്നത് അതിനെയാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ എന്താ പറയാ? വിശുദ്ധർ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികളെയാണ് വിശുദ്ധർ എന്ന് പറയുന്നത്. അല്ലാതെ ഡെയിലി അമ്പലത്തിൽ പോയി നമ്മൾ ഭഗവാന് അമ്പലമുറ്റൊക്കെ അടിച്ചു വാരി കൊടുത്ത് സേവനമൊക്കെ ചെയ്ത്, അങ്ങനെ ഒരു വ്യക്തി എൻ്റെ നാട്ടിലുണ്ട്. അവർ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. എൻ്റെ വീട്ടിന്റെ തൊട്ടടുത്താണ് രമണി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി. ആ ചേച്ചി മാരീഡ് അല്ല, ഒരു പ്രശ്നങ്ങളും അവരെ വീട്ടിലുണ്ടാക്കില്ല. സഹോദരന്റെ കൂടെയാണ് ജീവിക്കുന്നത്. സഹോദരന്റെ ഭാര്യമാരൊക്കെ ആയിട്ട് നല്ല സ്നേഹമായിട്ട് അവരങ്ങനെ ജീവിച്ചു പോവാണ്. അങ്ങനെ പോയി അമ്പലങ്ങളിലെ പാത്രങ്ങളും എല്ലാം കഴുകി ഫസ്റ്റ് അവരാണ് എത്തുന്നത്. അങ്ങനെ ഞാൻ കുഞ്ഞുനാളിലെ അവരങ്ങനെ കാണുന്നുണ്ട്. കുറച്ച് നാളുമേ ഞാൻ ചോദിച്ചപ്പം ആ അമ്പലത്തിൽ ഉത്സവം വന്നപ്പോൾ അവരെ കണ്ടില്ല. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ രമണിയമ്മ വന്നിട്ടില്ലേ? ഇല്ല. അതിനാ? അവർക്ക് ക്യാൻസറാ. ഉടനെ ആ ഏരിയയിലുള്ള ആളുകൾ പറഞ്ഞെന്താണെന്നറിയോ? 24 മണിക്കൂർ അമ്പലനടയിൽ കിടക്കുന്ന അവൾക്ക് ഇത് വരാൻ പാടില്ലായിരുന്നു. ആ സമയത്ത് നമ്മൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഭഗവാനെ അറിയില്ല. ഞാനും നിശബ്ദയായി നിന്ന് കേട്ടു. പക്ഷെ കാലങ്ങൾക്ക് ഇപ്പുറം നമുക്ക് മനസ്സിലായി ഇതിലൊന്നും ഒരു അർത്ഥമല്ല. ഭഗവാനെ പൂജിച്ചുകൊണ്ട് രോഗം വരില്ല എന്ന് പറയാൻ പറ്റൂ? ഇല്ല. ഈ ശരീരം എങ്ങനെയായാലും നശിക്കും. പക്ഷെ അവരതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നു. ഈ ശരീരം എന്തായാലും നശിക്കും, യാതൊരു സംശയവുമില്ല, അത് ഉറപ്പാണ്. മനസ്സിലാവുന്നുണ്ട്? നമ്മുടെ മനസ്സ്, നമ്മൾ മനസ്സുമായി ഭഗവാനോട് എങ്ങനെ അടുക്കുന്നു? നമ്മളൊന്നും പ്രതീക്ഷിച്ചല്ല ഭഗവാനോട് അടുക്കുന്നത്, അല്ലെ? അദ്ദേഹത്തിന്റെ ആ ഒരു കാരുണ്യം. ഇനിയുള്ള ജന്മങ്ങളെങ്കിലും നമ്മളൊരു തെറ്റ് ചെയ്യാതെ, മനസാ വാച കർമ്മണ, ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കാനുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു അനുഗ്രഹത്തിന്, അത് ഭൗതിക ലോകത്ത് ജീവിക്കണോ ആത്മീയ ലോകത്ത് ജീവിക്കണോ എന്നുള്ളത് ഭഗവാന്റെ തീരുമാനം, നമ്മുടെ തീരുമാനമല്ല. അങ്ങനെ ജീവിക്കാനുള്ള ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വിശുദ്ധിയായിട്ടിരിക്കണം ഈ ലോകത്ത്. അല്ലാതെ അയ്യോ ഞാനൊരു ഉറുമ്പിനെ പോലും വേദനിച്ചില്ല എന്നൊന്നും നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല. ഉറുമ്പിനെ ചിലപ്പോൾ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ കാരണം മറ്റൊരാൾ കരഞ്ഞിട്ടുണ്ടാവും. നമ്മൾ കാരണം ഒരാളുടെ ഹൃദയം ഒന്ന് പെടഞ്ഞിട്ടുണ്ടാവും. ഇനി ഈ ജന്മം ഒന്നും ചെയ്തില്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ഇഷ്ടം പോലെ ദുരിതങ്ങൾ നമ്മൾ കാരണം ഓരോരുത്തർ അനുഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആരും തെറ്റുകാരല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തില് നമ്മളെല്ലാവരും തെറ്റുകാരാണ്. അതെ, നമ്മൾ ഒന്നിലും പ്രതീക്ഷ പാടില്ല. ആരും നമ്മളെ സ്നേഹിക്കും, ആരും കൂടെ ഉണ്ടാവും, ആരും നമ്മളെ അംഗീകരിക്കും, നമ്മൾക്ക് ഇന്നത് കിട്ടും, നമ്മൾ ഇന്ന രീതിയിൽ ജീവിച്ച് ഇന്ന രീതിയിൽ പഠിച്ച് ഇന്ന രീതിയിൽ ജോലി ചെയ്ത് ഇങ്ങനെ പോകും, അതൊന്നും പറയാൻ പറ്റില്ല. ജീവിതയാത്ര എന്ന് പറയുന്നത് അത് വേറെ ലെവലാ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല നമ്മുടെ ജീവിതം പോകുന്നത്. ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന റൂട്ടിലൂടെ നമ്മുടെ ജീവിതം പോവില്ല. അത് മനസ്സിലാക്കുക. ആരും നമ്മൾ പൊന്നുപോലെ വളർത്തുന്ന മക്കളായിരിക്കും. നാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരെ ഭാര്യമാർ പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടി വരും. അവിടെ നമ്മുടെ ആൺകുട്ടികൾ ചിലപ്പോൾ നിശബ്ദരായിരിക്കും എന്ന് കരുതി നമുക്ക് മക്കളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? നമ്മൾ നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് വളർത്തിയ പെൺകുട്ടികളായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോവും. ആ വേദനയെ നമ്മൾ താങ്ങണം, അല്ലേ?
ചിലപ്പോൾ അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ 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 എന്ന് പറഞ്ഞ് നടന്ന അവൾ പിന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല. അവൾക്ക് അവളെ ഭർത്താവും കുടുംബവും മതി. ഇങ്ങനെ പല സാഹചര്യങ്ങൾ നമുക്കുണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ആരും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട. നമ്മളങ്ങനെ പോവാ. നമുക്കാകെ പ്രതീക്ഷിക്കാനുള്ള ഭഗവാന്റെ അടുത്ത് നിന്നാണ്. എന്താ പ്രതീക്ഷിക്കേണ്ടത്? ഭഗവാന്റെ കാരുണ്യം. അത് മാത്രം പ്രതീക്ഷിച്ചു പോകുമ്പോൾ എന്തായി? നമ്മൾ ഈ ജന്മത്ത് വിശുദ്ധരായി. അങ്ങനെ എന്താ പറയാ, അങ്ങനെയുള്ള ആളുകൾ, ആ രീതിയിൽ ഭഗവാനെ അടുത്തറിഞ്ഞുകൊണ്ട് പോകുന്ന ആളുകള് അഭൗതികമായിരിക്കുന്ന എന്റെ പ്രേമത്തെ പ്രാപിച്ചിട്ടുണ്ടെന്നാ ഭഗവാൻ പറയുന്നത്. അതായത് ഭഗവാന്റെ ആ ഒരു പ്രേമ വലയം, ഭഗവാന്റെ ആ ഒരു കാരുണ്യം നിറഞ്ഞ വലയം, ആ വലയത്തെ പ്രാപിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? നമുക്കും വേണ്ടത് ഭഗവാന്റെ ആ ഒരു സംരക്ഷണമായിരിക്കുന്ന ചക്രമാണ് അല്ലെ? ആ ഒരു സംരക്ഷണ വലയത്തിൽ നമ്മൾ നിൽക്കണം. പിന്നെ നമ്മൾ ഈ ലോകത്ത് ഒരാളെയും പേടിക്കണ്ട. നമ്മളെ ആരും ചതിക്കില്ല, ആരും വഞ്ചിക്കില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഭഗവാൻ നമ്മളെ അവിടെ നിന്ന് കരകയറ്റും. ഉറപ്പായിട്ടും കരകയറ്റും, യാതൊരു സംശയവും ഇല്ല. ഇന്ന് നമ്മൾക്ക് നേരെ ചൂണ്ടുന്ന വിരലുകൾ നാളെ നമ്മൾക്ക് നേരെ കൂപ്പില്ല എന്ന് എന്താ ഉറപ്പുള്ളത്? ഒരുറപ്പുമില്ല. സാഹചര്യം ചിലപ്പം വേദനിപ്പിക്കും. നമ്മളെ എന്താ പറയാ, നമ്മളെ ചിലപ്പം മറ്റുള്ളവർ വേദനിപ്പിക്കാം, ഒറ്റപ്പെടുത്താം, കരയിപ്പിക്കാം, ചിരിപ്പിക്കാം, ചിന്തിപ്പിക്കാം. ഇതെല്ലാം നാളെ മാറി മറിയും ജീവിതത്തില്. മനസ്സിലായില്ലേ? ഇതെല്ലാം മാറി മറിയും. ഒന്നും സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും യാതൊരു വിധമായിരിക്കുന്ന ഭൗതിക പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കാതെ മനസമാധാനമായി, സന്തോഷമായി, സമാധാനമായി നമ്മൾ മുന്നോട്ട് പോവാം. ഭഗവാനെ മാത്രം നമ്മൾ ആശ്രയിക്കുക. നമ്മൾക്ക് എന്ത് കിട്ടാനുണ്ടോ അത് ഈശ്വരൻ നമുക്ക് തന്നിരിക്കും. നമ്മൾ ഒറ്റപ്പെട്ടു പോവില്ല. ഓക്കെ? അപ്പൊ ഭഗവാൻ പറയുന്നു, മുമ്പ് പറഞ്ഞ രീതിയിൽ ഭൗതികത ആത്യന്തികമായി ബാധിച്ചവർക്ക്, അതായത് ഭൗതികത, അതായത് ഈ ലോകത്തെ ഈ സുഖ സൗകര്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും ഇത് ആത്യന്തികമായി ബാധിച്ച കുറെ ആൾക്കാരുണ്ട്. അതായത് അവർ പറയൽ എങ്ങനെയാണെന്നറിയാമോ? ഈ ലോകത്ത് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ സുഖങ്ങളും അനുഭവിച്ച്, ഇവിടെയുള്ള ഇതാണ് ശരി, ഈ ലോകമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അങ്ങ് ആർമാദിച്ചങ്ങ് ജീവിച്ചു തീർക്കണം. നമ്മളെല്ലാവരും ചിന്തിക്കുന്ന എന്താണ് ജീവിതം കൊണ്ട്? അയ്യോ, എൻ്റെ മക്കൾക്ക് നാളത്തേക്ക് ഒരു 10 പൈസ ചേർത്ത് വെക്കണം, എൻ്റെ മക്കൾക്കൊരു വീട് കെട്ടി വെക്കണം, ഞാൻ പോയാലും എൻ്റെ മക്കൾ സുഖമായി ജീവിക്കണം, എൻ്റെ ഭർത്താവ് സുഖമായി ജീവിക്കണം. ഇതാണ് ഓരോ വ്യക്തികളുടെയും ആഗ്രഹം. പക്ഷെ ഭഗവാൻ പറയുന്നത് എന്താണ്? നീ ഇന്നത്തെ നിന്റെ ജീവിതം കൊണ്ട് നീ നാളത്തെ ദിവസത്തെ അല്ല നീ നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് എന്താണ്? അതാണ് സുജാത ഞാനൊരു ആക്സിഡന്റ് പറ്റി, നാമം ജപിച്ചു പോയി, അതോട് കൂടുതലൊന്നും സംഭവിച്ചില്ല. ഗ്രേറ്റ് തിങ്. ഭഗവാന്റെ നാമത്തിൽ കിട്ടുന്ന സംരക്ഷണ വലയം മറ്റൊന്നുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ നാമത്തിലൂടെ നമ്മൾ നാളെ എന്ന് പറയുന്ന ഒരു ദിവസത്തെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ അടുത്ത ജന്മത്തെയാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു അടുത്ത ജന്മത്തെ നമ്മൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ഭൗതിക ലോകത്ത് കിടന്നിട്ട് വട്ടം ചുറ്റാൻ നിൽക്കരുത്. ഭൗതിക ലോകത്ത് 1008 പ്രശ്നങ്ങളുണ്ടാവും, 10,008 പ്രശ്നങ്ങളുണ്ടാവും. ഇതിലൊന്നും നമ്മൾ അങ്ങ് മുങ്ങിപ്പോവരുത്. ക്ലിയർ? അപ്പോ അവര് അങ്ങനെ ഈ ഭൗതിക ലോകത്ത് മുങ്ങിപ്പോകുന്ന വ്യക്തികൾക്ക് ഭഗവാന്റെ ആ ഒരു ഉത്കൃഷ്ടമായിരിക്കുന്ന ഭഗവാന്റെ ആ ഒരു പരമസത്യത്തെ, വ്യക്തിഗത സ്വഭാവത്തെ അത് മനസ്സിലാക്കാൻ കഴിയില്ല. അവരവരിലേക്ക് മാത്രമേ നോക്കിക്കാണൂ. അവരുടെ കുറവുകൾ, അവരുടെ സുഖങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അത് മാത്രമേ അവർ നോക്കിക്കാണൂ. അവർ മറ്റൊന്നും നോക്കില്ല. അവരത് മാത്രമേ നോക്കൂ. അവരുടെ ലക്ഷ്യം അതാണ്. പക്ഷേ അല്ലാത്തവരെന്താ ചിന്തിക്കുക? ഭഗവാനെയാണ് ചിന്തിക്കുക. കാരണം ഈ ലോകത്തിന് നമ്മളെ സംരക്ഷിക്കാനുള്ള കഴിവില്ല, ഭഗവാന് നമ്മളെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ട്. ഈ ലോകത്തിന് നമ്മളെ സമാധാനിപ്പിക്കാനുള്ള കഴിവില്ല. ചില ഭക്തികൾ പറഞ്ഞു കേൾക്കാറില്ലേ, എനിക്ക് വീടുണ്ട്, മക്കളുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്, ഇതിലൊന്നും എനിക്ക് താല്പര്യമില്ല, എനിക്കൊരല്പം മനസ്സമാധാനം, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അറിയാം, കിടന്നാലൊന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുക, ഇത് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് ചില വ്യക്തികൾ പറയാറുണ്ട്. ക്ലിയർ? അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് ഈ ലോകത്തുള്ള സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും അവർക്ക് മനസ്സമാധാനം കിട്ടാത്തത്? കാരണം ആ മനസ്സമാധാനം എന്ന് പറയുന്ന സാധനം മാത്രം പണം കൊടുത്താൽ കിട്ടൂല. കിട്ടുമോ? എവിടെയും കിട്ടില്ല. നമുക്ക് ഈ ലോകത്ത് പണം കൊടുത്താൽ മിക്ക സാധനങ്ങളും കിട്ടും. പക്ഷെ മനസ്സമാധാനം, മനസ്സറിഞ്ഞുള്ള സന്തോഷം, ആശ്വാസം, അത് നമുക്ക് ഈ ലോകത്ത് എവിടെയും പൈസ കൊടുത്താൽ കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. പക്ഷെ ഒന്നും കൊടുക്കാതെ ഭഗവാന്റെ ആ ഒരു തൃപ്പാദങ്ങൾ അങ്ങ് മുറുകി പിടിച്ചാൽ ഒന്നുമില്ലെങ്കിലും നമുക്ക് ആശ്വാസം ഉണ്ടാവും, മനസ്സമാധാനം ഉണ്ടാവും, സ്വസ്ഥതയുണ്ടാവും. ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് മനസ്സമാധാനമാണ്, അല്ലെ? സമാധാനമാണ്.
ചിരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത് മനസ്സ് തുറന്ന് ചിരിക്കാൻ സാധിക്കുക. പലരും ചിരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിലെ കണ്ണീര് ഞാൻ കാണാറുണ്ട്, പൊട്ടിപ്പോവാറുണ്ട്. പല അമ്മമാരും ഞാൻ പലയിടത്ത് വെച്ചിട്ടും അവരെ കാണുമ്പോൾ അവരങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ അങ്ങ് നെഞ്ചത്ത് കിടന്ന് അവരങ്ങ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവസാനം ചിരിച്ചുകൊണ്ട് ആ കണ്ണീരും ചിരിയും മഴയും വെയിലും പോലെ ഞാൻ കാണാറുണ്ട്. അവരുടെ ഉള്ളിൽ നിന്ന് അങ്ങ് തേങ്ങി തേങ്ങി വരികയാണ് അത്രയും കാലത്ത് അവരുടെ ദുഃഖങ്ങൾ. അപ്പം എന്തിനു വേണ്ടിയാണ് ഇതുപോലൊരു ജന്മം എന്ന് ഞാൻ ഭഗവാനോട് ചോദിക്കാറുണ്ട് പലപ്പോഴും. കൃഷ്ണ, ഞങ്ങൾക്കൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം? ഒന്നും വേണ്ട, ഞങ്ങൾക്ക് മനസ്സമാധാനം മതി. ഞങ്ങൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, മനസ്സമാധാനം മാത്രം മതി ഞങ്ങൾ, അല്ലേ? ഇതാണ് നമുക്ക് വേണ്ടത്. അത് കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പോകണം, അല്ലാണ്ട് അത് എവിടെയും കിട്ടൂല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ദേഹാത്മബോധത്തോടെ ജീവിക്കുന്നവർക്ക് ഭൗതികതയിൽ മുഴുകിപ്പോകുന്നത് കൊണ്ട് പരമോന്നതമായിരിക്കുന്ന എന്നെ എങ്ങനെ ഒരു വ്യക്തിയാകുമെന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. ശരിയാണ്, നമ്മളിൽ പലരും ജീവിക്കുന്നത് ദേഹാത്മബോധത്തോടെയാണ്. നമ്മുടെ ശരീരം, നമ്മുടെ ലോകം, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ ആൾക്കാർ, ഇന്ന ആൾ എന്നോട് ഇങ്ങനെ പെരുമാറണം, ഇന്ന ആൾ എന്നോട് ഇങ്ങനെ പറയണം, ഇന്ന ആൾ എന്നോട് ഈ രീതിയിൽ നിൽക്കണം, ഞാൻ പറയുന്നതിൻ്റെ അപ്പുറത്ത് പോവരുത്. ഇങ്ങനെയുള്ള പല ദേഹാത്മബോധത്തോടു കൂടിയാണ് ഇന്ന് പലരും ജീവിക്കുന്നത്. ഇങ്ങനെ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് അവർ ഈശ്വരനെ അറിയുന്നത്? ഒരിക്കലും ഈശ്വരനെ അറിയാൻ കഴിയില്ല. അപ്പം ഈ ഒരു ചിന്തയിൽ നിന്നൊക്കെ മാറിയിട്ട് ഭൗതികവാദികളായിരിക്കുന്ന രീതിയിൽ നിന്ന് നമ്മൾ പുറത്തു വന്നിട്ട് അനശ്വരമായിരിക്കുന്ന, ജ്ഞാനസമ്പൂർണമായിരിക്കുന്ന, ശാശ്വതാനന്ദപൂർണമായിരിക്കുന്ന ഒരു ഭഗവാനെ നമ്മൾ അറിയണം. അവിടെയാണ് നമ്മുടെ ജീവിത വിജയം. ഭഗവാൻ ശാശ്വതാനന്ദപൂർണനാണ്. ശാശ്വതം എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലകൊള്ളുന്നത്. ആനന്ദപൂർണനാണ്. സന്തോഷത്തിൽ ഭഗവാൻ, സന്തോഷം എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് പൂർണ്ണമായ സന്തോഷം. ആ എന്നെന്നും നിലനിൽക്കുന്ന പൂർണ്ണമായിരിക്കുന്ന സന്തോഷം, അതാണ് ഭഗവാൻ. ആ ഭഗവാനെയും അനശ്വരമായിരിക്കുന്ന, ഒരിക്കലും നശിക്കാത്ത, ജ്ഞാനസമ്പൂർണമായിരിക്കുന്ന, അതായത് അറിവിന്റെ നിറകുടമായിരിക്കുന്ന ഒരു ദിവ്യ ശരീരം, ആ ഒരു ദിവ്യ ശരീരത്തോടു കൂടിയ ഭഗവാനെയാണ് നമ്മൾ അറിയേണ്ടത്. മനസ്സിലായില്ലേ? അല്ലാതെ ഈ പറയുന്ന 3 കാര്യങ്ങളും ഈ ഭൗതിക ലോകത്ത് മറ്റാർക്കും ഇല്ല. നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും ആ ഒരു സമ്പൂർണ്ണ സന്തോഷം മറ്റാരിലും കാണാൻ പറ്റില്ല. ജ്ഞാന സമ്പൂർണത അതും ആരിലും കാണാൻ പറ്റില്ല. നശിക്കാത്ത ഒരു കാര്യം അത് ഈ ഭൂമിയിൽ ഒന്നുമില്ല. ഇതെല്ലാം ആരാണ്? ഭഗവാനാണ്. അപ്പൊ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളല്ലേ നമ്മൾ ആശ്രയിക്കേണ്ടത്. അത് വിട്ടിട്ട് നമ്മൾ വേറെ വഴിക്ക് ഓടേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഭൗതിക ഭാവനയിൽ, അതായത് ഈ ലോകത്തിന്റെ ഭാവനയിലൂടെ നമ്മൾ നോക്കുമ്പോൾ ദേഹം നശ്വരമാണ്, അല്ലെ? നമ്മുടെ ഈ ശരീരം എന്നാലും നശിച്ചു പോകും. അജ്ഞാന ഭരിതവും ദുരിതപൂർണവുമാണ്. എന്തെല്ലാം അറിവില്ലായ്മ നമുക്കുണ്ട്. പൂർണ്ണമായ അറിവുള്ള ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? ആരുമില്ല, ഒരു മനുഷ്യനുമില്ല. ദുരിതപൂർണമാണ്. ആർക്കെങ്കിലും നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ഞാൻ സമാധാനമായിട്ടായിരിക്കുന്നത്? ഒരാൾക്കും പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ എല്ലാവർക്കും ഉണ്ട്, ഏതെങ്കിലും തരത്തിലുണ്ട്, എങ്ങനെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം മാറ്റിയിട്ട് ഭഗവാന്റെ രൂപത്തെ പറ്റി കേൾക്കുമ്പോഴും സാധാരണ ജനങ്ങൾക്ക് ശരീരത്തെ കുറിച്ചുള്ള ഒരു ധാരണയാണ്. നമ്മളൊക്കെ ഭഗവാന്റെ രൂപം എന്ന് പറയുമ്പോഴേക്ക് 2 കൈ, 2 കാല്, തല, ഓടക്കുഴല്, അങ്ങനെ 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 കുറെ ഭാവങ്ങളാണ്. മനുഷ്യ ശരീരത്തിനോട് ഉപമിക്കും നമ്മൾ അങ്ങോട്ട്. പക്ഷെ ഇതൊന്നുമല്ല. ശാശ്വതമായിരിക്കുന്ന, ശാശ്വതാനന്ദപൂർണമായിരിക്കുന്ന, ജ്ഞാനത്തോടു കൂടിയ ഒരു ശരീരത്തോടു കൂടിയ ഒരാളാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ആ ശരീരം ഒരിക്കലും നശിക്കില്ല. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള അറിവ് നമുക്കില്ല. അത് പരിമിതികൾ കൊണ്ടാണ്. മനസ്സിലായില്ലേ? അങ്ങനെ പരിമിതികളോട് കൂടിയേ ജനിച്ച എല്ലാ ജീവജാലങ്ങളുമാണ് ഈ ഭൂമിയിൽ കാണുന്നത്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് മുഴുവൻ അങ്ങനെ പരിമിതമായ, എന്താ പറയാ, കാര്യങ്ങളുള്ള വ്യക്തികളാണ്. എന്നിട്ട് അങ്ങനെയുള്ള വ്യക്തികളെ പോയിട്ട് ഈശ്വരനാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരും ഈ ലോകത്തുണ്ട്. അവർ ഈശ്വരനല്ല. അതിൽ ചില വ്യക്തികൾ ജ്ഞാനം കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ഗുരുക്കന്മാരാണ്. അവർ ഭഗവാനെ കുറിച്ച്, അല്ലെങ്കിൽ ഭഗവാനെ നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ ഈശ്വരൻ തന്നെ നിശ്ചയിച്ചയച്ചിരിക്കുന്ന ഗുരുക്കന്മാരാണ്. ഭഗവാന്റെ നേരിട്ടുള്ള സാരഥികൾ എന്ന് പറയും. അവരാണ് ഈ ജയപതാക് മഹാരാജും നമ്മുടെ പ്രഭുപാജിയും ഒക്കെ. ആ ഗുരുവിൽ നിന്നാണ് നമ്മൾ ഈശ്വരനെ അറിയുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഗുരുക്കന്മാരെ നമ്മൾ വന്ദിച്ചുകൊണ്ട്
അവരുടെ ജ്ഞാനത്തിലൂടെ, അവരുടെ ജ്ഞാനമാണ് ഈ ഗീത എന്നൊക്കെ പറയുന്നത്, ആ ജ്ഞാനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വരനെ അറിയാൻ ശ്രമിക്കണം. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഭൗതികവാദിയായിരിക്കുന്ന അത്തരക്കാരുടെ ദൃഷ്ടിയിൽ അതിബൃഹത്തായിരിക്കുന്ന ഭൗതിക പ്രപഞ്ചമാണ് പരമോന്നതമായിരിക്കുന്നത്. എന്താ പറയുന്നത്? ഭൗതികവാദികളായ അത്തരക്കാരുടെ ദൃഷ്ടിയിൽ, ഈ ലോകത്തെ മാത്രം നോക്കിക്കാണുന്ന അങ്ങനെയുള്ള ജനങ്ങളുടെ ദൃഷ്ടിയിൽ അതിബൃഹത്തായിരിക്കുന്ന വലിയൊരു ഭൗതിക പ്രപഞ്ചമാണ് വലുത്. അതായത് ഇങ്ങനെ ഭഗവാനെ അറിയാത്ത വ്യക്തികൾ പറയാൻ എന്താ അറിയോ? ടെക്നോളജിക്കലി സയന്റിഫിക്കലി ഈ ലോകം ഒരുപാട് ഉയർന്നു, നിങ്ങൾ ഏത് ലോകത്ത് ജീവിക്കുന്നു എന്ന് ചോദിക്കും. നിങ്ങൾ ഇപ്പോഴാ പഴയ ജപമാലയും പിടിച്ച് ക്ലിക്കറും പിടിച്ചുകൊണ്ട് ജുമാരെ കൃഷ്ണയും പാടിക്കൊണ്ട് എന്ത് കാര്യം ഇരിക്കണം? നിങ്ങളൊക്കെ ഈ 2024 ജീവിക്കൂ എന്നാണ് പറയുക. അത് വെഡിത്തരമാണ്. അവര് നോക്കിക്കാണുന്നത് ഈ ബൃഹത്തായ ലോകത്തെ മാത്രമാണ്. ഈ ലോകത്തെ പോലും കൈക്കുമ്പിളിലിട്ട് പന്ത് തട്ടുന്ന പോലെ തട്ടാൻ കഴിവുള്ള ഒരാളാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്നത്. ഈ ബ്രഹ്മാണ്ടത്തെ അങ്ങ് ഒരൊറ്റ നോട്ടത്തിന് അങ്ങ് ഇല്ലാതാക്കാൻ കഴിവുള്ള ആ ഒരു സത്യത്തെ കാണാനുള്ള കണ്ണ് ഈ ഭൗതികവാദികൾക്കില്ല. പക്ഷെ ആ ഭൗതികവാദികളിൽ നിന്നും ഉയർന്നാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം എന്താ? നമ്മൾ ഭഗവാനെ ഭഗവാനായി കാണും. അതുകൊണ്ട് നമ്മൾ ഈ ഭൗതികമായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഈ വലിപ്പത്തിലൊന്നും നമ്മൾ വീഴില്ല, നമ്മളെ വീഴ്ത്താൻ കഴിയില്ല. അതുകൊണ്ട് അവർ പരമസത്യത്തെ നിരാകാരം എന്ന് പറയുന്നു. മനസ്സിലായില്ലേ? ലോകമാണ് വലുതെന്ന് ചിന്തിക്കുന്ന ആ വ്യക്തികൾ, ആ ഭൗതികവാദികൾ ഭഗവാൻ എന്താ പറയാ? നിരാകാരം എന്ന് പറയുന്നു. അവരംഗീകരിക്കില്ല ഭഗവാൻ ഉണ്ടെന്ന്. അത്രയേറെ ഭൗതികാസക്തരാകയാൽ ദേഹവിമുക്തിക്ക് ശേഷവും വ്യക്തിത്വം പുലർത്തിപ്പോരുന്ന ആശയം തന്നെ അവർക്ക് ഭയാനകമാണ്. അതുകൊണ്ട് അവർ പ്രേതങ്ങളെ പേടിക്കും. അപ്പൊ അവരെന്താ പറയാ? അതുകൊണ്ട് തന്നെ ഭൗതിക ആസക്തിയുള്ളവരാണ് അവര്. അപ്പൊ അങ്ങനെയുള്ളവര് മരിച്ചതിന് ശേഷം വ്യക്തിത്വം പുലർത്തിപ്പോരുന്ന ആശയം തന്നെ അവർക്ക് ഭയാനകമാണ്. മരിച്ചു കഴിഞ്ഞാലും അവര് ഇന്ന വ്യക്തി മരിച്ചു, അപ്പൊ ഈ രൂപത്തിൽ നടക്കും, ഈ രീതിയിലുണ്ട്, അങ്ങനെ പ്രേതം, ബാധ, ഭൂത, പിശാച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഓരോ മരിച്ചുപോയ വ്യക്തികളെയും വ്യക്തികളായി കാണും. പക്ഷെ നമ്മൾ എന്താ പറയണത്? ഗീതയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു എന്താണ്? നമ്മുടെ കയ്യിലിരിപ്പ് പോലെ നമ്മൾ ഇനിയും ജനിക്കും. അത് എത്രയോ ലക്ഷം ജീവിവർഗങ്ങളായി നമ്മൾ ജനിച്ചു കഴിഞ്ഞു. ഭഗവാനെ അറിയാനും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനും നമുക്ക് കിട്ടിയ ഒരവസരമാണ് ഈ ജന്മം. ആ ജന്മത്തെ പാഴാക്കാതെ നമ്മൾ മുന്നോട്ട് പോകണമെന്ന്. ആത്മീയ ജീവിതത്തിലും വ്യക്തിത്വം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ വീണ്ടും ഒരു വ്യക്തിയാകുമെന്ന ഭയം കൊണ്ട് അവ്യക്തിഗതമായിരിക്കുന്ന ശൂന്യതയിൽ ലയിക്കുന്നതാണാലും ഭേദമെന്നവർ ആഗ്രഹിച്ചു പോകുന്നു. എന്താ പറയണെന്ന് വെച്ചാല് ആത്മീയ ജീവിതം അങ്ങനെയുള്ളവരെല്ലാം കേട്ടിരിക്കും, ഈ ഭൗതിക ജീവിതം കഴിഞ്ഞ് ഇനി ഒരു ആത്മീയ ജീവിതം ഉണ്ടോ? അവരുടെ ചിന്തയാണത്. അപ്പൊ അങ്ങനെയുള്ളൊരു ആത്മീയ ജീവിതത്തിലും വ്യക്തിത്വം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ, നമ്മൾ ആത്മീയ ജീവിതത്തിലും അങ്ങനെ ഒരു വ്യക്തികളായി ജീവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ വീണ്ടും നമ്മളൊരു വ്യക്തിയായിട്ട് ജീവിക്കേണ്ടി വരുമോ? അവരുടെ ചിന്തയാണത്. നമ്മൾ ഇവിടെ ജീവിച്ച പോലെ ഇനി അവിടെയും ജീവിക്കേണ്ടി വരുമോ എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ വരും. അപ്പൊ അങ്ങനെ ഒരു ചിന്ത ഇല്ലാതെ നമ്മൾ പോകുന്ന ആത്മീയ ലോകത്ത് നമുക്കൊരു ഈശ്വരനുണ്ടെന്നും ആ ഈശ്വരന്റെ തൃപാദങ്ങളിൽ നമുക്ക് ആശ്രയമുണ്ടെന്നും അഭയമുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് ശാന്തമായി സമാധാനമായി ഭഗവാന്റെ തൃപാദങ്ങളിൽ ഒരു ആശ്രയമുള്ള ജീവിതത്തിനായിട്ട് നമ്മൾ സമയം ചെലവഴിക്കുക. അതിന്റെ അർത്ഥം നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടണം എന്നല്ല. നമ്മുടെ കടമകൾ നമ്മൾ നിർവഹിക്കുക, പക്ഷെ അതൊന്നും പ്രതീക്ഷിക്കാതെ നിർവഹിക്കണം. എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ച് വലുതാക്കിയത് ഞാൻ വയ്യാതെ കിടക്കുമ്പം എനിക്ക് മരുന്ന് വാങ്ങിച്ചു തരാനാണ്, അല്ലെങ്കിൽ എന്നെ നോക്കാനാണ്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ നോക്കും, ചിലപ്പോൾ നോക്കില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്, ഒരാളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും. അപ്പം നമുക്ക് എന്തായി? ഈശ്വരനോട് മാത്രം ഒരു മാനസികമായ അടുപ്പം വരും. അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടായിക്കോട്ടെ, എല്ലാവരോടും ചിരിച്ചുകൊണ്ട് ഇടപെടുക. ചിരിച്ചങ്ങോട്ട് ഇടപെട്ടു പോവാം. അവര് തന്നാലും ശരി, തന്നില്ലെങ്കിലും ശരി, മിണ്ടിയാലും ശരി, മിണ്ടിയില്ലെങ്കിലും ശരി, ഇനി ഉപേക്ഷിച്ചാലും ശരി, ഉപേക്ഷിച്ചില്ലെങ്കിലും ശരി. ഇതിനെല്ലാം അപ്പുറത്തുള്ള ഈശ്വരനെയാണ് ഞാൻ തേടുന്നത്. ആ ഈശ്വരൻ തന്നെയാണ് എനിക്ക് ആശ്രയം എന്ന മനോഭാവത്തിൽ നമ്മൾ ജീവിച്ചു പോണം. കടലിൽ ലയിക്കുന്ന കുമിളകളോടാണ് ജീവാത്മാക്കളെ ഉപമിച്ചിട്ടുള്ളത്. ശരിയല്ലേ? കടലിൽ കുമിളകൾ ഉണ്ടാവും, അത് കടലിൽ തന്നെ പൊട്ടി കടലിൽ തന്നെ പോയി പോകും. അങ്ങനെയുള്ള ആ കുമിളയുടെ ഒരു എന്താ പറയാ, ഇതുപോലും ഇല്ല ജീവാത്മാക്കൾക്ക്. ഒരു മനുഷ്യന്റെ നേരവും സമയം എന്നൊക്കെ പറയുന്ന ഒരു സെക്കൻഡ് നേരം. ഇപ്പൊ ഇവിടെ
ഇപ്പം ഞാനിവിടെ ഫ്ലവേഴ്സിൽ വന്നപ്പോഴേക്കും കൊല്ലം സുധിച്ചേട്ടൻ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു. ഞാനിങ്ങനെ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചു, സുധിയേട്ടനൊക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ മോളിച്ചേട്ടൻ, ഇന്നലെ വരെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അങ്ങനെ 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 എന്താ പറയുക, നമുക്കൊരുപാട് നമ്മൾ ഇന്നലെ കണ്ടവരെ നമ്മൾ ഇന്ന് കാണുന്നില്ല. ആ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരു ലോകത്ത് നമുക്ക് എന്തിനാണ് ഒരു വാശി, വൈരാഗ്യം, ചേർത്ത് പിടിക്കല്, അകറ്റല്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പരമാവധി സമയം സന്തോഷമായിട്ട് മുന്നോട്ട് പോവാം. യാതൊരു തരത്തിലുള്ള വ്യക്തിപരമായിരിക്കുന്ന വൈരാഗ്യങ്ങളും നമ്മൾ ആരോടും സൂക്ഷിക്കരുത്. അവരായി അവരെ പാടായി, നമ്മളായി നമ്മളെ പാടായി. നമ്മൾ ആരോടും ചിരിക്കാൻ മറക്കണ്ട, നമ്മൾ ആരെയും ചേർത്ത് പിടിക്കാൻ മറക്കണ്ട, നമ്മൾ ആരെയും സഹായിക്കാൻ മറക്കണ്ട. നമ്മൾ സ്നേഹിക്കുക, ചേർത്ത് പിടിക്കുക, നമ്മൾ ചിരിക്കുക. മറ്റുള്ളവർ നമ്മളെ ചേർത്ത് പിടിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. മറ്റുള്ളവർ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുമെന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മളോട് അവർ ചിരിക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഇതൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. എന്തായാലും നമ്മൾ ഹാപ്പിയാ. കാരണം എന്താ, നമ്മൾ ഭഗവാനോടാണ് അടുക്കുന്നത്. അത്രയേ ഉള്ളൂ ഇവിടെ. അവ്യക്തിഗത ഭാവന കൊണ്ട് നേടാവുന്ന ആധ്യാത്മിക ജീവിതത്തിന്റെ പരമകാഷ്ഠയാണിത്. ഇങ്ങനൊരു അവസ്ഥ നമ്മളിലുള്ളിൽ എങ്ങനെയാ ഉണ്ടാവുക? നമ്മൾ ഭഗവാനോട് അടുത്താൽ മാത്രം. അല്ലെങ്കിലോ, ഞാനേ 4 പ്രാവശ്യം ചിരിച്ചു, അവൾ എന്നെ കണ്ടിട്ട് മിണ്ടിയതുപോലെ ഇനി ഞാൻ ചിരിക്കില്ല അവളോട്, എന്ത് കാര്യം ഇരിക്കുന്നു? അങ്ങനെ ഒരു ചിന്ത വേണ്ട. അങ്ങനെ ഒരു ചിന്ത നമുക്ക് വേണ്ടേ വേണ്ട. 4 അല്ല 40 വട്ടം കണ്ടാലും നമ്മൾ ചിരിക്കും. ഒരു മാറ്റവുമില്ല, നമ്മൾ ചിരിക്കും. അവർക്ക് ആവശ്യം വന്നോ നമ്മളെ കൊണ്ടാവുന്ന നമ്മൾ ചെയ്യും. നാളെ നമുക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഒരു കാലത്ത് നമ്മളെ ദ്രോഹിച്ചവരാവാം. ആയിക്കോട്ടെന്നേ, ഞാൻ ഏതോ ജന്മത്തിൽ എന്തോ തെറ്റ് ചെയ്തുപോയി, അതെനിക്ക് അവരിൽ നിന്ന് കിട്ടി, അതിന് ഞാനെന്തിനാ അവരോട് വ്യക്തിവൈരാഗ്യം സൂക്ഷിക്കണം എന്ന മനോഭാവം നമ്മൾക്കുള്ളിൽ വരണമെങ്കിൽ നമ്മൾ ഭഗവാനോട് അടുത്തിരിക്കണം. ഭഗവാനോട് അടുക്കാതെ നമുക്ക് അങ്ങനെ ഒരു മനോഭാവം വരില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പൂർണ്ണമായ അറിവ്, ആത്മീയ നിലനിൽപ്പിനെ പറ്റി പൂർണ്ണമായ അറിവ് കൈവന്നിട്ടില്ലാത്ത ഈ ജീവിതഘട്ടം ഭയാനകമാണ്. ആത്മീയ ജീവിതത്തെ പറ്റിയിട്ട് നമ്മൾ ഭഗവാനുമായി അടുത്തു കഴിഞ്ഞാലുള്ള ആ ജീവിതത്തെ പറ്റി ഒരു പൂർണ്ണമായ അറിവ് നമുക്ക് വന്നിട്ടില്ല എങ്കിൽ നമ്മുടെ ഈ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും നമ്മളെ ചേർത്ത് പിടിക്കാൻ ഭഗവാനുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആത്മീയമായിരിക്കുന്ന നിലനിൽപ്പിനെ പറ്റിയിട്ട്, അതായത് നമ്മൾ ഈ ഭൗതിക ലോകത്ത് ജീവിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടന്നിട്ട് ഒരു കാര്യമില്ല. ഇന്നല്ലേ നാളെ ഇവിടുന്ന് പോകണം, പോയേ പറ്റൂ. പക്ഷെ നമ്മൾ തൂങ്ങിക്കിടക്കാനും കെട്ടിപ്പിടിക്കാനും നമ്മൾ എത്തിച്ചേരാനും നോക്കുന്നത് ആത്മീയ ജീവിതത്തിലാണ്. ആ ലോകത്ത് എന്ത് സംഭവിക്കുന്നു, അവിടേക്ക് എത്താൻ നമ്മൾ എങ്ങനെ ജീവിക്കണം, അവിടെ ആരുണ്ട്, അവിടെ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഈ ജന്മം ഭയങ്കര പ്രയാസമുള്ള ജന്മമാണ്. അല്ലാതെ സാമ്പത്തിക പ്രയാസമല്ല ഈ ജീവിതത്തിലെ പ്രയാസം എന്ന് പറയുന്നത്. ക്ലിയർ? ഇതിനു പുറമെ ആത്മീയ നിലനിൽപ്പിനെ കുറിച്ചും യാതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തവരും ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ ഈ ഒരു ജീവിത സാഹചര്യം നോക്കിയാൽ ആത്മീയ നിലനിൽപ്പ് എന്താണ്, അവിടെ പോയിട്ട് എങ്ങനെ നിൽക്കും, എങ്ങനെ ജീവിക്കും, എങ്ങോട്ട് പോവും, ഇതേക്കുറിച്ചൊന്നും അറിയാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവര് വരുന്നു, ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു, തിന്നുന്നു, ഉറങ്ങുന്നു, കുടിക്കുന്നു, എൻജോയ് ചെയ്യുന്നു, പോകുന്നു. പ്രശ്നം വന്നാൽ അങ്ങനെ 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 പോകും. പ്രശ്നങ്ങളില്ലെങ്കിൽ ആർമാദിച്ച് അങ്ങനെ പോകും. ഇത് രണ്ടിലും അർത്ഥമില്ല. ഇത് രണ്ടിലും നമ്മൾ വീഴാൻ പാടില്ല. സന്തോഷത്തിൽ അമിതമായി സന്തോഷിക്കുകയും ചെയ്യരുത്, ദുഃഖത്തിൽ അമിതമായി തളർന്നും പോകരുത്. ഇതിന്റെ നടുക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? നമുക്ക് ഭഗവാനോടൊരു അടുപ്പം ഉണ്ടാവും. നമ്മൾ ആ ഒരു ആത്മീയ ലോകവുമായിട്ട് കണക്റ്റ് ആവും. ഇപ്പൊ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഇവിടെ ചെറിയവരെന്നോ വലിയവരെന്നോ ഒന്നുമില്ല, എനിക്ക് എല്ലാവരും ഒരുപോലെ. ഏട്ടാ എന്നും പറയും, സുഖം. ആ രീതിയിൽ അങ്ങനെ എല്ലാവരോടും ഒരുപോലെ. വളരെ പ്രിയപ്പെട്ടവർ, അല്ലാത്ത പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒന്നുമില്ല. ഞാൻ സുധിയേട്ടനെ എങ്ങനെ കണ്ടോ അതുപോലെയാണ് എനിക്ക് ഇന്ന് ഇവിടെ ഉള്ള എല്ലാവരും. അവരും എന്നോട് അങ്ങനെ തന്നെ. എന്നടി വിശേഷം, നല്ല വിശേഷമായിട്ട്, നീ സുഖമായിരിക്കുന്നു, കൊച്ചെന്തേ, ആ രീതിയിൽ അങ്ങനെ സംസാരിച്ചു. അപ്പം നമുക്ക് ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാണ്. നമുക്കാരും ഒരു സ്പെഷ്യൽ അല്ല. നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിക്ക് ഒരു വിഷമം വന്നാൽ ആ വിഷമം നമ്മുടെ വിഷമമാണ്. അതെൻ്റെ ഫ്രണ്ടൊന്നല്ല, പിന്നെ ഞാനെന്തിനു വിഷമിക്കണം? അങ്ങനെ ഒന്നും ചിന്തിക്കണം. ഒരിക്കലും അങ്ങനെ ചിന്തിക്കണം. നമ്മളുടെ കൂടെ ആരുണ്ടോ അവരെ നമ്മൾ 10 പേരുണ്ടെങ്കിൽ 10 പേരെ നമ്മൾ ഒരുപോലെ സ്നേഹിച്ചു പോവാം. ആ ഒരു പോളിസിയാണ് എൻ്റെത്. ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവാം. ഇതിനു പുറമെ ആത്മീയ നിലനിൽപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മുടെ ജീവിതം വേസ്റ്റാണ്. പല പല സിദ്ധാന്തങ്ങളിലും വൈരുദ്ധ്യങ്ങളിലും തത്വജ്ഞാനപരമായ ഊഹാപോഹങ്ങളിലും പെട്ട് കുഴങ്ങി മനം മടുത്തു പോകുന്നുണ്ട്. പല പല സിദ്ധാന്തങ്ങളിലും, ഇപ്പം
നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല 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 ഡിപ്പാർട്ട്മെൻറ്റുകൾ കാണും അല്ലേ? ജൈനമതം, ബുദ്ധമതം, വൈഷ്ണവം, ശാക്തേയം, അങ്ങനെ 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 പല 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 രീതികളുണ്ട്. ഈ പല രീതികളിലേക്ക് പോകുമ്പോഴും പല പല അറിവുകളാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാം കൂടി അവസാനം ഒരു അവിയൽ വെച്ച അവസ്ഥ, ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെ പോയാൽ അത് പാടില്ല, ഇവിടെ പോയാൽ ഇവിടെ പാടില്ല, അത് ചെയ്താൽ അത് പാടില്ല, ഇത് ചെയ്താൽ ഇത് പാടില്ല, എല്ലാം കൂടെ എന്ത് ചെയ്യും? ക്ഷമിക്കണേ, എല്ലാം കൂടെ എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന തോന്നൽ. ഇതിൽ നിന്നൊക്കെ മാറി ഏകാഗ്രമായി എല്ലാം കേട്ട് ഭഗവാൻ കൃഷ്ണനുമായിട്ട് അടുക്കുക. ഏത് സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാലും അവിടെയുള്ള നന്മകൾ സ്വീകരിക്കാൻ പഠിക്കാം. നമ്മൾ പോകുന്ന വഴികളിൽ 999 തിന്മകൾ ഉണ്ടാവും, ഒരേ ഒരു നന്മയുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു നന്മയെ സ്വീകരിക്കാം. ഞാൻ അങ്ങനെ ചെയ്യാം. പെർഫെക്റ്റായ വ്യക്തികൾ മാത്രമായിരിക്കും എൻ്റെ കൂട്ടുകാർ എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എൻ്റെ പല കൂട്ടുകാരും മദ്യപിക്കും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദുബായിൽ വരുന്നുണ്ട് ഏപ്രിൽ 7, 8, 9, 10, 11, 12, 13, 14, 15. മറ്റു തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ ആ ദിവസങ്ങളിൽ ഞാൻ ദുബായിലുണ്ടാവും. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമുക്ക് എന്താ പറയുക, ഞാൻ ടു ബി ഫ്രാങ്ക്ലി, എൻ്റെ പല കൂട്ടുകാരും മദ്യപിക്കുന്നവരുണ്ട്, പല 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 കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഞാൻ കംപ്ലീറ്റ് ക്ലിയർ ആണോ? അല്ല. നമ്മളാരും വ്യക്തിപരമായി 100% പെർഫെക്റ്റായ വ്യക്തികളല്ല. അവർ ചെയ്യുന്ന ചിലപ്പോൾ ആ തെറ്റുകളാണെങ്കിൽ ഞാൻ എൻ്റെ മറ്റെന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും. ആരും കംപ്ലീറ്റ് ക്ലീൻ ഇമേജുള്ള ആരും ഈ ഭൂമിയിൽ ഇല്ല, ഒരു തരത്തിലും ഇല്ല. അപ്പം നമ്മൾ ആരെ നേരം വിരൽ ചൂണ്ടാൻ റെഡി ആവണ്ട. ആദ്യം നമ്മൾ നമ്മളിലേക്ക് നോക്കുക, നമ്മുടെ തെറ്റുകളെ ക്ലിയർ ചെയ്യുക. ഒരു ജന്മം കൊണ്ടൊന്നും ക്ലിയർ ചെയ്താൽ തീരില്ല നമ്മുടെ തെറ്റുകൾ, ഒരിക്കലും തീരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എവിടെ ചെന്നാലും ആരെ കണ്ടാലും എങ്ങനെ പോയാലും നന്മകളെ സ്വീകരിക്കാൻ പഠിക്കാം. അവരങ്ങനെയാ, അവരിങ്ങനെയാ എന്ന് നമ്മൾ പറയണ്ട. മുൻപ് ഞാനും അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല. എന്തിനാ അപ്പം അവരെ കുറിച്ചും ഇവരെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്? നമ്മൾ ആരെ കുറിച്ചും ചിന്തിക്കണ്ട, നമ്മൾ നമ്മളായി ജീവിച്ചാൽ മതി. ശരിയെന്ന് തോന്നുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ അത് ശരിയല്ല, അതെനിക്ക് ചേർന്നതല്ല, അത് പറ്റും, വേണ്ട, നമ്മൾ കളയാം. മനസ്സിലായി? നമ്മൾ കളയാം, അത്രേ ആലോചിക്കുക. ഇപ്പം എൻ്റെ കൂട്ടുകാർ മദ്യപിക്കുമ്പം ഞാൻ മദ്യപിക്കുക, എനിക്ക് അത് പറ്റില്ല, ശരിയാണ്. അപ്പം ഞാൻ എന്താ പറയുക? നിങ്ങൾ കഴിച്ചോടാ, നിങ്ങൾ കഴിക്കും, ഞാൻ പറ്റില്ല, ശരി, ഞാൻ കഴിക്കാറ് എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ വിടാം. മനസ്സിലായില്ല? അപ്പം എന്താ ചെയ്യുക? അതങ്ങോട്ട് ഒഴിവാക്കുക. എനിക്കത് വേണം, അല്ലെ എൻ്റെ കൂട്ടുകാർ കഴിക്കണം അപ്പം ഞാനും കഴിക്കും, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾക്ക് ശരിയല്ല എന്ന് തോന്നുന്നത് നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കുക. അല്ലാതെ നമ്മൾക്ക് ശരിയല്ല എന്ന് തോന്നുന്നത് മറ്റൊരാൾ ചെയ്യുന്നതെന്നും പറയും നമ്മൾ അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അവരതാണ് ചെയ്യുന്നെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മൾ എന്ത് വേണം? നമ്മൾ യാതൊരു ഊഹാപോഹങ്ങളിലും പെട്ടിട്ട് നമ്മുടെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. മൈൻഡ് എപ്പോഴും സ്റ്റഡി ആയിരിക്കണം, എപ്പോഴും പീസ്ഫുൾ ആയിരിക്കണം നമ്മുടെ മൈൻഡ്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ മൈൻഡിനെ ഇട്ടിട്ട് ഇങ്ങനെ ഒരുമാതിരി സാമ്പാർ പോലെ നമ്മൾ ആക്കരുത്. ഉറങ്ങാൻ കിടക്കുന്നതിനേക്കാളും മുന്നേ എല്ലാം തലേന്ന് അങ്ങോട്ട് കളയാം. ഉറങ്ങുന്നുണ്ടോ? സ്വസ്ഥമായിട്ട് ഉറങ്ങാം, സമാധാനമായിട്ട് അങ്ങോട്ട് ഉറങ്ങാം, മറ്റൊന്നും ചിന്തിക്കേണ്ട. രാമ 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 കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. ആഹാ, എന്ത് സുഖം! ആ രീതിയിൽ നമ്മളങ്ങ് ചിന്തിച്ചുകൊണ്ടങ്ങ് മുന്നോട്ട് പോകും. ക്ലിയർ? അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് പ്രപഞ്ചത്തിന് മൂലഹേതുവായി ഒന്നുമില്ലെന്നും എല്ലാം ശൂന്യതയിൽ അവസാനിക്കുമെന്നുമുള്ള ബുദ്ധിശൂന്യമായ നിലപാടിൽ എത്തിച്ചേരും. അല്ലെ നമ്മളിങ്ങനെ കുറേ സ്ഥലത്ത് പോയിട്ട് പല 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 അറിവുകൾ ശേഖരിച്ചിട്ട് ഈ അറിവുകളിലൂടെ എല്ലാം നമ്മുടെ മൈൻഡിനെ നമ്മളങ്ങോട്ട് അപ്സെറ്റ് ആക്കിയിട്ട്, കാരണം ഇപ്പം നമ്മൾ കൃഷ്ണഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും നോൺ കഴിക്കില്ല, അല്ലേ? എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ശാക്തേയമായിരിക്കുന്ന കർമ്മങ്ങൾ നടക്കും. ഈ ശാക്തേയമായിരിക്കുന്ന കർമ്മങ്ങൾ നടക്കുമ്പോൾ, ശാക്തേയത്തിലല്ലേ ക്ഷമിക്കണം, ഉറക്കം വരുന്നു, അതല്ല പോവും. നമ്മൾ സാത്വികമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നോൺ വെജിൽ പോവില്ല. കൗളാചാരപരമായിരിക്കുന്ന കർമ്മങ്ങളിലൂടെ പോണ സമയത്ത് നോൺ വെജ് ഉണ്ടാവും. അപ്പം നമ്മൾ നോക്കുമ്പം നമ്മൾ ഹിന്ദു ആണല്ലോ, ഹിന്ദുവിൽ തന്നെയല്ലേ ഈ രണ്ടും നടക്കുന്നു. അപ്പം ഏത് വിശ്വസിക്കും, ഏത് ചെയ്യും? ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് പാൽപ്പായസമൊക്കെ തന്നിട്ട് പറയും പ്രസാദമാണ്, സാമ്പാറും ചോറൊക്കെ നടക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറയും ചിക്കനും
ചിക്കൻ്റെ കറിയും ഒക്കെ പ്രസാദമാണ്. രണ്ടും പ്രസാദമാണല്ലോ, ഏത് സ്വീകരിക്കും? ഇവിടെയാണ് നമ്മുടെ ആത്മജ്ഞാനത്തെ ഉണർത്തേണ്ടത്. ക്ലിയർ? ഇവിടെയാണ് നമ്മുടെ ആത്മജ്ഞാനത്തെ ഉണർത്തേണ്ടത്. കാരണം ഭഗവാൻ നമുക്ക് ആത്യന്തികമായിട്ട് ഒരു അതീന്ദ്രിയ രഹസ്യം തന്നിട്ടുണ്ട്. ഈ അതീന്ദ്രിയ രഹസ്യം വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, എവിടെ ജീവിക്കണം, ഏത് രീതിയിൽ ജീവിക്കണം, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ? രോഗാവിഷ്ടമായിരിക്കുന്ന മട്ടിലാണ് അത്തരക്കാരുടെ ജീവിതം. ഒന്നും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ നോക്കി എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, ഇതൊന്നും മനസ്സിലാക്കാതെ കിടന്നിട്ട് ബഹളം ഉണ്ടാക്കി അങ്ങനെ ജീവിക്കേണ്ട ഒരാവശ്യമില്ല. അതൊരു തരം രോഗം പിടിച്ച അവസ്ഥയാണ്. അങ്ങനെ ഒരു രോഗിയായി ജീവിക്കാനുള്ള അല്ല നമ്മുടെ ജീവിതം. ശാന്തമായി, സമാധാനപരമായി, ആരോഗ്യത്തോടെ ജീവിക്കാനുള്ളതാണ് ജീവിതം. ഭൗതിക ആസക്തി കൂടുതലുള്ളതിനാൽ ചിലർ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധിക്കില്ല. ശരിയല്ലേ? ബിസിനസ് ചെയ്യുക, കാശുണ്ടാക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, മറ്റേത് ചെയ്യുക, മറിച്ച് ചെയ്യുക, ജോലി നേടുക, അങ്ങനെ 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 ജീവിക്കുന്ന വ്യക്തികൾ, ഭൗതിക ആസക്തിയുള്ള വ്യക്തികൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? ഭഗവാനെ കുറിച്ച് ചിന്തിക്കില്ല. ആത്മീയ ജീവിതത്തിൽ അവർ വരൂല. ഇനി അവരെന്തെങ്കിലും പുതിയ ഒരു കാറ് മേടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ ഉടനെ പോയി ജോത്സ്യരെ കൊണ്ടുവന്ന് നോക്കിച്ച് ഒന്ന് അത് ചെയ്ത് ഇത് ചെയ്ത് 2 പൂജ ചെയ്ത് ഇങ്ങോട്ട് പോരും. ഇതാണ് ഭൗതിക ആസക്തിയുള്ള വ്യക്തികൾ ചെയ്യുന്നത്. പക്ഷെ അല്ലാത്ത വ്യക്തികൾ എന്താ ചെയ്യാം? ഭഗവാനെ, ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അങ്ങ് തന്നെ ഫസ്റ്റ്, അങ്ങാണ് ഫസ്റ്റ്. ചില വ്യക്തികൾ പറയാറുണ്ട്, ഓഹ് ഇന്ന് വണ്ടിയിൽ എണ്ണ അടിച്ചില്ല, പെട്രോൾ ഇല്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല, അല്ലെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, സർവീസിന് കൊടുത്തു, അതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റില്ല എന്നും പറഞ്ഞു പോവില്ല. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു കാലത്തും നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അത് ഭൗതിക ലോകത്ത് മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളുടെ ന്യായീകരണം. അതല്ലാത്ത വ്യക്തികൾ എങ്ങനെയാണ്? കോഴിക്കോട് വരാം. അല്ലാത്ത വ്യക്തികൾ എങ്ങനെയാണ്? നേരെ കാറില്ലെങ്കിലും ശരി, 2 വീലർ ഇല്ലെങ്കിലും ശരി, എന്തില്ലെങ്കിലും ശരി, എന്തില്ലെങ്കിലും ശരി, നേരെ ഭഗവാന്റെ അടുത്തേക്ക് പോകും. ഇല്ലേ? ഭഗവാന്റെ അടുത്ത് പോയി ഭഗവാനുമായിട്ടൊരു ആത്മബന്ധം സൂക്ഷിക്കും. ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ നമുക്ക് ഒരു മാനദണ്ഡത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ മനസ്സ്, അത് മതി. നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താം. ഭൗതിക സാഹചര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമാവണ്ട. മനസ്സുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് എത്താൻ സാധിക്കുമോ, അത് തന്നെയാണ് ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത്. ചിലർക്ക് ബ്രഹ്മത്തിൽ ലയിക്കാനാണ് ആഗ്രഹം. ചിലരാകട്ടെ ആത്മീയമായ എല്ലാ ഊഹാപോഹങ്ങളിലും വെറുപ്പ് വന്ന് നിരാശ മൂലം ഒന്നിനെയും വിശ്വസിക്കാതെയാവുന്നു. അല്ലെ? ചില വ്യക്തികൾ എങ്ങനെയാണ്? ചില വ്യക്തികൾ, ഭഗവാനെ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് ആ ബ്രഹ്മത്തിൽ അങ്ങ് ലയിച്ചാൽ മതി. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താന്ന് പോലും അവർക്കറിയില്ല. പരബ്രഹ്മത്തിൽ അങ്ങ് ലയിച്ചാൽ മതി. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ പറയുന്നേ വിടുവായിത്തരം. പരബ്രഹ്മം എന്താണ്? അതെവിടെ ഇരിക്കുന്നു? അവിടേക്ക് എത്താനുള്ള യോഗ്യത ഉണ്ടോ? ഇന്ന് വരെ അവിടെ എത്താനുള്ള വല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്? ഇതേക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ല. ചുമ്മാ അങ്ങ് പറയന്നെ ബ്രഹ്മലോകത്ത് എത്തിയാൽ മതി, പരബ്രഹ്മത്തിൽ എത്തിയാൽ മതി. അതിന് നമ്മൾ എങ്ങനെ ആയിത്തീരണം എന്ന് പോലും ചിന്തിക്കില്ല. ചിലവർക്കാണെങ്കിലോ, ഞാൻ കുറേ വർഷങ്ങൾ അമ്പലത്തിൽ പോയതാ, ഭഗവാനെ കാണാതെ ഞാൻ ഒന്നും ചെയ്യില്ല, പക്ഷെ എൻ്റെ ഗതി ഇങ്ങനെ ആയിപ്പോയി, അതോടുകൂടി ഞാൻ ഭഗവാനെ വിട്ടു. അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. മഞ്ചരീസിൽ പോലും എന്നെ പലരും വിളിച്ചങ്ങനെ പറയാറുണ്ട്. മാതാജി, ഒരമ്മ വിളിക്കന്നെ, പേരൊന്നും പറയുന്നില്ല. മാതാജി, എൻ്റെ ഹസ്ബൻഡ്, എനിക്കൊരു മോനും ഒരു ഭർത്താവും മാത്രം. മോൻ ഡോക്ടറായിരുന്നു, ഭർത്താവ് ഇതുപോലെ എന്തോ ഒരു നല്ല പൊസിഷനായിരുന്നു. അവസാനം എന്തായി? ഭർത്താവ് മരിച്ചു. എങ്ങനെ മരിച്ചു എന്നറിയോ? പഠിച്ച് ഡോക്ടറായ മകൻ ക്ലിനിക്കിൽ സൂയിസൈഡ് ചെയ്തപ്പോൾ ആ വേദന സഹിക്കാൻ പറ്റാതെ ഭർത്താവ് അങ്ങ് തൂങ്ങിച്ചെത്തു. ഈ അമ്മ ഒറ്റയ്ക്കായി. ഇനി ഞാൻ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി മാതാജി, എന്തിനു വേണ്ടി ഞാൻ ഇനി ജോലിക്ക് പോകണം, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഞാൻ ഈ ക്ഷേത്രത്തിൽ പോകണം, ആർക്ക് വേണ്ടി പോകണം? ഇതാണ് അവരുടെ ചോദ്യം. ഇത്രയെല്ലാം ഭഗവാൻ തന്നിട്ട്, ഭഗവാൻ ഇതുപോലെല്ലാം പൊന്നുപോലെ നോക്കിയിട്ട്, സ്നേഹിച്ചിട്ട്, പ്രാർത്ഥിച്ചിട്ട്, വഴിപാടുകൾ ചെയ്തിട്ട് എൻ്റെ ജീവിതം ഭഗവാൻ എടുത്തില്ലേ, എൻ്റെ ജീവിതം നശിച്ചില്ലേ, എനിക്ക് തോരാ കണ്ണീര് തന്നില്ലേ എന്ന് പറയുന്നവരുണ്ട്. സീരിയസ്ലി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്ന് ഓർത്തു കഴിഞ്ഞാൽ, ഇങ്ങനെയൊന്നും നമ്മൾ വെറുപ്പോ നിരാശയോ മൂലോ ഒന്നിനെയും വിശ്വസിക്കാതെ ആവണ്ട. മനസ്സിലായില്ലേ? ഇങ്ങനെയൊന്നും വിശ്വസിക്കാതെ ആവണ്ട. ഇതെല്ലാം നമ്മുടെ പൂർവ്വജന്മ ദുരിതങ്ങളാണ്.
അതുകൊണ്ട് ഇതിലൊന്നും പതറിപ്പോയി വീണ്ടും വീണ്ടും ഭഗവാനിൽ നിന്ന് നമ്മൾ അകലരുത്. മായ ശക്തമാണ്. ഭഗവാനോട് നമ്മൾ അടുക്കാതിരിക്കാൻ മായ വളരെ സ്ട്രോങ് ആണ്. അതും മനസ്സിലാക്കണം. ഈ ഒടുവിൽ പറഞ്ഞ കൂട്ടരാണ് ലഹരി പദാർത്ഥങ്ങളെ അഭയം പ്രാപിക്കുക. ശരിയാണ്. അത് കഞ്ചാവും എന്താ പറയാ മദ്യവും മാത്രല്ല ലഹരി പദാർത്ഥം എന്ന് പറയുന്നത്. ഉറക്ക ഗുളിക പോലും ഒരു ലഹരി പദാർത്ഥമാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അതിന് ഒരു വട്ടം അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ കാലാകാലം അതിന് അഡിക്ഷനാണ്. ലഹരി പദാർത്ഥമാണത്. ഞാൻ ഇന്ന് രാത്രിയിലെ ഗുളിക കഴിച്ചില്ല, അതുകൊണ്ട് എനിക്ക് ഉറക്കം വരില്ല എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ മദ്യപിക്കുന്നവനും കഞ്ചാവ് അടിക്കുന്നവനും സിഗരറ്റ് വലിക്കുന്നവനും മാത്രമല്ല ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവൻ. ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു ഉറക്കം വരാതെ വട്ടുപിടിച്ച് നടക്കുന്നവൻ ഗുളികയെ ആശ്രയിക്കും. അതും ഒരു ലഹരിയാണ്. അവരുടെ സ്മൃതി വിഭ്രമങ്ങൾ ചിലപ്പോൾ ദിവ്യ ദർശനങ്ങൾ എന്ന് വ്യാഖ്യാനിക്കാറുണ്ട്. അവരിങ്ങനെ വല്ലാത്തൊരു മൈൻഡിലൊക്കെ പോയി അവരുടെ മൈൻഡൊക്കെ ഏതോ ലെവലിലായി പിന്നെ അവരുടെ ഓർമ്മകൾ അങ്ങോട്ടേക്ക് മറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയലെന്താ, ഞാൻ അങ്ങനെ പോയി, ഭഗവാൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചു, നീ പറയുന്ന ഭഗവാൻ എന്നോട് സംസാരിച്ചു, ഞാൻ ഭഗവാനെ കണ്ടു, കൃഷ്ണനെ ഞാൻ കണ്ടു, കൃഷ്ണൻ എൻ്റെ വീട്ടുപടിക്കൽ വന്നു, കൃഷ്ണൻ എൻ്റെ കൂടെ ഇരുന്നു. ഇങ്ങനെയൊക്കെ അവരുടെ ബോധവും ബുദ്ധിയും നഷ്ടപ്പെട്ടു. ഈ കൃഷ്ണൻ ആരാ? കാണാൻ പറ്റുന്ന ഒരാളാണോ ഈ കൃഷ്ണൻ? അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ? ചിന്തിക്ക്. അതിനുള്ള യോഗ്യത ഉണ്ട്. നമ്മൾ ആരാ? പൂന്താനം തിരുമേനിയുടെ കൊച്ചുമക്കളോ? നമുക്ക് അത്രയും യോഗ്യത കിട്ടാൻ ഒരിക്കലും കിട്ടില്ല. നമ്മളൊക്കെ വെറും എന്താ പറയാ താഴേക്കിടയിൽ കിടക്കുന്ന പുഴുക്കളേക്കാൾ താഴെയാണ് നമ്മളൊക്കെ. ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്നിട്ട് പറയും, ഞാൻ കൃഷ്ണനെ കണ്ടു, കൃഷ്ണൻ എന്നോട് അത് പറഞ്ഞു, കൃഷ്ണൻ എന്നോട് ഇത് പറഞ്ഞു, കൃഷ്ണൻ അങ്ങനെ ചെയ്തു, എൻ്റെ അടുത്ത് ഇതുപോലെ സംസാരിച്ചു. നെവർ എവർ. ചിന്തിച്ചു നോക്കണം. കൃഷ്ണനെ തേടാത്ത നമ്മൾ കൃഷ്ണനെ കണ്ടു എന്ന് പറയാം. ഞാനൊന്നും ഒരിക്കലും അതൊന്നും ഉൾക്കൊള്ളില്ല. കാരണം എന്താ പറയുക, നമുക്ക് അതിനുള്ള 1% താഴെ പോലും യോഗ്യത നമുക്ക് ആർക്കില്ല. ആ നാമം ജപിക്കാനുള്ള യോഗ്യത പോലും നമുക്കില്ല. പക്ഷെ അദ്ദേഹം നമ്മളോട് കാരുണ്യം കാണിച്ചിരിക്കുകയാണ്. എന്റെ നാമം നീ ജപിച്ചോ എന്നുള്ള ആ കാരുണ്യം. എന്നിട്ട് ജപിക്കുന്നുണ്ടോ? ക്ഷമിക്കണം, നെറ്റ് പോയതാണ്. അപ്പം എന്നിട്ട് നമുക്കതിനുള്ള സമയം നേരവും കിട്ടുന്നുണ്ടോ? ഇല്ല, എനിക്ക് മുഴുവൻ പറയാൻ നേരമില്ല, മുഴുവൻ കേൾക്കാൻ നേരമില്ല, ക്ലാസ് കാണാൻ നേരമില്ല, ജപിക്കാൻ നേരമില്ല. പിന്നെയോ തിന്നാൻ നേരമുണ്ട്, ഉറങ്ങാൻ നേരമുണ്ട്, കടയിൽ പോകാൻ നേരമുണ്ട്, TV കാണാൻ നേരമുണ്ട്, ചുമ്മാ കഥ പറഞ്ഞിരിക്കാൻ നേരമുണ്ട്, എല്ലാത്തിനും നേരമുണ്ട്. ജപിക്കാൻ നേരമില്ല, ക്ലാസ് കാണാൻ നേരമില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. ഭൗതികാസക്തിയുടെ 3 ഘട്ടങ്ങളെയും മനുഷ്യൻ പിന്നിടേണ്ടിയിരിക്കുന്നു. സത്യമാണ്. ഭൗതികാസക്തിയുടെ 3 ഘട്ടങ്ങൾ, ഈ 3 ഘട്ടങ്ങളെയും നമ്മൾ പിന്നിടണം. ആത്മീയ ജീവിതത്തോടുള്ള ഉപേക്ഷാഭാവം. മാതാജി, എനിക്ക് മാതാജി പറയുന്നത് പോലെ ഇങ്ങനെ ഹരേ കൃഷ്ണ ഒന്നും ജപിച്ചോണ്ടൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എന്റെ കെട്ടിയോൻ അത് ഇഷ്ടമല്ല മാതാജി, ഞാൻ സന്യാസിയാണോ എന്നാ ചോദിക്കണം, എന്റെ വീട്ടിന്റെ അടുത്തുള്ളവർ എന്നെ അപമാനിക്കുന്നു മാതാജി. അങ്ങനെ 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 ഒരു ഘട്ടം. എനിക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ. അങ്ങനെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ചിന്തയില്ല. നാളെ നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു ഘട്ടമാണത്. അതേക്കുറിച്ചുള്ള ചിന്തയില്ല. ഇന്നത്തെ ജീവിതം ആഹാ ഓഹോ. ഇതൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്താണ്, നമ്മൾ എവിടെ നിന്ന് വന്നു, ഇനി എങ്ങോട്ട് പോകണം, ആ പോകുന്ന ആ ടെമ്പററി ടൈമിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, ഇതാണ് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മനസ്സിലാവണ്ടോ? പിന്നെയോ ആത്മീയമായൊരു വ്യക്തിത്വത്തെ കുറിച്ചുള്ള ഭയം. ഞാനങ്ങ് ഹരേ കൃഷ്ണ ജപിച്ചു കഴിഞ്ഞാൽ ഇനി മാതാജി തുളസിമാല ഇട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പം മറ്റെന്തെങ്കിലും ബാക്കി എന്തെങ്കിലും ഏതെങ്കിലും, ഇങ്ങനെ പല പല ഭയങ്ങളുണ്ട്. എനിക്കെല്ലാം ഓപ്പൺലി പറയാൻ പറ്റും. ഇങ്ങനെ പല 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 കാര്യങ്ങളുണ്ട്. അതെ, സത്കർമ്മം, നാമജപം, സത്സംഗം, ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഇതൊക്കെയാണ് നമ്മളുടെ ആത്മീയ ജീവിതത്തിലേക്കുള്ള കാൽവെപ്പ് എന്ന് പറയുന്നത്. ഈ ഭൗതികമായിട്ടുള്ള നഷ്ടപ്പാടിനേക്കാളും നല്ലത് ആത്മീയ സുഖങ്ങൾ, അറിയാമോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആത്മീയമായിരിക്കുന്ന ആ ഒരു വ്യക്തിത്വത്തെ കുറിച്ചുള്ള ഭയം അങ്ങ് ഒഴിവാക്കണം. അയ്യോ, തുളസിമാല ഇട്ടാ മാതാജി ഞാൻ സന്യാസിയായി പോവുമോ, അല്ലെങ്കിൽ ഞാൻ അങ്ങ് ജപിച്ച് മാതാജി എനിക്ക് വേറെ എന്തെങ്കിലും അവസ്ഥ വരുമോ, എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിക്കുമോ? ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ചോദ്യം. ആത്മീയമായിരിക്കുന്ന വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ആ ഒരു ഭയത്തെ നമ്മൾ ഉപേക്ഷിക്കണം. സാക്ഷാൽ ഭഗവാനോട് നമ്മൾ അടുക്കണം. ജീവിത നൈരാശ്യത്തിൽ നിന്നിലൂടെ എടുക്കുന്ന ശൂന്യതാവാദം. ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ വരുമ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടു,
എന്നും പറഞ്ഞിരിക്കരുത്. വരേണ്ടത് വരും, ഉറപ്പായിട്ടും വരും. ഇതൊക്കെ ഒന്ന് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടൊന്ന് നോക്കിക്കാണും. അത് നഷ്ടപ്പെട്ടു, ഇത് നഷ്ടപ്പെട്ടു, അത് പോയി, ഇത് പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങ് എല്ലാം പോയ ഒരാളെ പോലെ ജീവിക്കരുത്. നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെടേണ്ടതാണെങ്കിൽ നഷ്ടപ്പെട്ടിരിക്കും, കിട്ടേണ്ടത് കിട്ടേണ്ടതാണെങ്കിൽ കിട്ടിയിരിക്കും. അത് ബസ് പിടിച്ചു വരും, ഇല്ലേ വന്ദേ ഭാരത് പിടിച്ചു വരും. അതിനുവേണ്ടി നമ്മൾ ഓടിയില്ലെങ്കിൽ ശ്രമിച്ചില്ലെങ്കിൽ കിട്ടേണ്ടത് നമുക്ക് കിട്ടിയിരിക്കും. അതുകൊണ്ട് ആ ടെൻഷനൊന്നും വേണ്ട. സ്വസ്ഥമായി സമാധാനമായി മിണ്ടാതെ ഒരു ഭാഗത്തിരിക്കുക, ഭഗവാനെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുക, നന്മയുള്ള സമയമായിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ ചുമ്മാ കിടന്നിട്ട് ഹാ ഹോ ഹീ ഹാ 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 ഈ വക കാര്യങ്ങളൊന്നും വേണ്ട. അടങ്ങി ഒതുങ്ങി അവനവൻ്റെ കാര്യം നോക്കിയിരിക്കുക, അതിലൊരു സുഖമുണ്ട്. ഭൗതികമായിരിക്കുന്ന ജീവിത സങ്കല്പത്തിന്റെ ഈ 3 ഘട്ടങ്ങളെയും കടന്നു കിട്ടാൻ അഭിമതനായിരിക്കുന്ന ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശപ്രകാരം ഭഗവാനിൽ പൂർണ്ണമായ അഭയം പ്രാപിക്കുകയും ഒരു ഭക്തന് വേണ്ടുന്ന ജീവിത പ്രമാണങ്ങളും ചര്യാക്രമങ്ങളും അംഗീകരിക്കുകയും വേണം. ഒരു ഭക്തൻ ജീവിക്കേണ്ട ഒരു രീതിയുണ്ട്. ചുമ്മാ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ടല്ല ഒരു ഭക്തൻ ജീവിക്കേണ്ടത്. ഒരു ഭക്തൻ എന്നും സൗമ്യമായിരിക്കണം. ഒരു ഭക്തൻ എന്നും ശാന്ത സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായിരിക്കണം. ഒരു ഭക്തൻ എപ്പോഴും ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കണം. ഒരു ഭക്തൻ ക്ഷമയുള്ളവനായിരിക്കണം, സ്നേഹമുള്ളവനായിരിക്കണം, കരുണയുള്ളവനായിരിക്കണം, പ്രതികാര മനോഭാവമില്ലാത്തവനായിരിക്കണം. മനസ്സിലായില്ലേ? ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവർ അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശം നമ്മൾ സ്വീകരിക്കണം. ഇവിടെ നമ്മുടെ എന്താ പറയാ, നടത്തിക്കോ, ഒരു കുഴപ്പമില്ല. ആത്മശാന്തി കിട്ടാൻ വേർപാട് നടത്തണം എന്ന് പറയാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ഒരു ക്ലാസ് പറഞ്ഞിരുന്നു. ഇനിയിപ്പം അടുത്ത ക്ലാസ്സിൽ പറയാം. കാരണം ഞാനൊരു ഇവിടെ പ്രാക്ടീസ് തുടങ്ങാൻ സമയമായി. 11:10 11:15 ഞാൻ ഇവിടെ റൂമിലെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പ്രാക്ടീസിന് പോകണം. നാളെ മറ്റന്നാളൊക്കെ ഷൂട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ ഒരു 1 hour റെസ്റ്റ് എടുക്കാൻ കിട്ടിയ ടൈമിനാണ് ഓടി വന്ന് ക്ലാസ് എടുത്തത്. അപ്പം ഇവിടെ നമുക്കൊരു ആധ്യാത്മിക ഗുരുവിൻ്റെ ശിക്ഷണം അത് നമുക്ക് നിർബന്ധമാണ്, അല്ലേ? അപ്പോൾ ആ ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ ശിക്ഷണമാണ് നമുക്കിപ്പോൾ ഇവിടെ ശ്രീല പ്രഭുപാജിയുടെ ഗീതയിലൂടെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ശ്രീല പ്രഭുപാജി എന്ന് പറയുന്ന ആധ്യാത്മിക ഗുരുവിൻ്റെ ശിക്ഷണത്തിലാണ് നമ്മളിപ്പോൾ ഭഗവാനെ അറിയുന്നത്. ഞാൻ ക്ലാസ്സിൻ്റെ തുടക്കമേ പറഞ്ഞു. പിന്നെന്താ പറയുന്നത്? അല്ലെങ്കിൽ ദിവ്യമായ ഭഗവത് പ്രേമമാണ് ഭക്തി സാധനയുടെ അവസാന ഘട്ടം. ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഗുരുവിനെ എല്ലാം നമ്മൾ അങ്ങോട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് ലഭിക്കുന്നത്? ദിവ്യമായിരിക്കുന്ന ഭഗവത് പ്രേമം, ഭഗവാനോടുള്ള ആ ഒരു അകമഴിഞ്ഞ പ്രേമം. അത് വെറുതെ നമ്മുടെ ഈ ഭൗതിക ലോകത്ത് നമ്മൾ കണ്ണും നോക്കി കാണിക്കുന്ന പ്രേമമല്ല ആ പ്രേമം. ആ പ്രേമം 2 വട്ടം സെക്സ് ചെയ്യുമ്പോഴേക്കും തീരും, യാതൊരു സംശയവും ഇല്ല. കാരണം ഭൗതിക ലോകത്ത് കാണുന്ന പ്രേമം എന്ന് പറയുന്നത് ശരീരത്തോടുള്ള ആസക്തിയാണ്. ആ ശരീരത്തോടുള്ള ആസക്തി അത് കഴിഞ്ഞാൽ അങ്ങ് തീരും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ വേറൊരു പ്രേമമാണ്. ആ പ്രേമത്തിൽ ആറാടിയവരാണ് നമ്മുടെ ഗുരുപരമ്പരകൾ. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഭഗവാനുമായി അടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ഭൗതികമായിരിക്കുന്ന പ്രേമമല്ല, ആത്മീയമായിരിക്കുന്ന ഭഗവാനോടുള്ള ദിവ്യ പ്രേമമാണ്. ആ വ്യക്തിയെ പോയി തന്തയ്ക്ക് വിളിച്ചാൽ അവർ ചിരിക്കും. എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറയും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടേ വേണം. നീ എന്ത് ചെയ്തോ നീ അനുഭവിച്ചു, ഞാൻ അതിനൊന്നും പറയാൻ ആളല്ല എന്ന ഭാവത്തിൽ അവര് ഭഗവാനേന്നും പറഞ്ഞങ്ങ് പോകും. അവരെ ഒരിക്കലും നമുക്ക് പ്രകോപിതരാക്കാൻ കഴിയില്ല. അവരവരെ ലോകത്ത് ഭഗവാനുമായിട്ട് സ്നേഹിച്ചങ്ങനെ മുന്നോട്ട് പോകും. ഭയങ്കര ഫീലായിരിക്കും. ആ ഫീല് നമ്മൾ അനുഭവിച്ചറിയണം എന്നാ പറയുന്നത്. ഭക്തിരസാമൃത സിന്ധുവിലൊക്കെ അതേക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭക്തിരസാമൃത സിന്ധു എന്ന് പറയുന്ന ബുക്കൊക്കെ മഞ്ജരീസിലുണ്ട്. വല്ലപ്പോഴൊക്കെ ഒന്ന് വാങ്ങി വായിക്കാം. ഓക്കെ. എന്നിട്ട് എന്താ പറയുന്നത്? തുടക്കത്തിൽ ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രാഥമികമായിരിക്കുന്ന ആഗ്രഹം വേണം. അയ്യോ ഇതൊക്കെ കേട്ട് വായിച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുണ്യം കിട്ടും, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഭഗവാനോടുള്ള ആ ഒരു ആഗ്രഹം വേണം, ആ ഒരു സ്നേഹം വേണം. ആ ഒരു ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു തുടക്കം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് ഭഗവാനോടുള്ള ആ ഒരു അടുക്കണം എന്നുള്ളൊരു ആഗ്രഹം വേണം. ഭഗവാനോട് ആത്മീയ സന്തോഷം നേടിയവരായിട്ടുള്ള സമ്പർക്കം നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ ഗുരുപരമ്പരകളായിട്ടുള്ളൊരു സമ്പർക്കം. നമ്മുടെ ഇസ്കോണിലൊക്കെ പോയി, ഇസ്കോൺ ഭക്തർ, അവിടെ വരുന്നവരൊക്കെ ഭക്തരാണ്, എല്ലാവരെയും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ യഥാർത്ഥ ഭക്തരെ കാണുമ്പോൾ നമുക്കറിയാം. അങ്ങനെ ഭക്ത കൂട്ടായ്മയിൽ നമ്മൾ നിൽക്കണം. ഇപ്പൊ നമ്മുടെ മഞ്ജരീസ് എന്ന് പറയുന്ന ഗ്രൂപ്പൊക്കെ ഭക്ത കൂട്ടായ്മയാണ്.
ഞാൻ അടച്ചിടാൻ കാരണം കുറേ മെസ്സേജ് വരും, എൻ്റെ ഫോൺ ഹാങ് ആയിപ്പോവും. അപ്പോൾ ഇവിടുന്ന് ഇവരെ അയക്കുന്ന മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ വയറ് പട്ടിണിയായിപ്പോവും. അപ്പം അത് കാരണമാണ് ഞാനതൊക്കെ അഡ്മിൻസ് ഓൺലി ആക്കിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഭക്ത കൂട്ടായ്മയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നിൽക്കുക. മനസ്സിലായി? അങ്ങനെ ഭക്തരുമായിട്ട് നമ്മൾ സംയോജിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു ആത്മീയ സന്തോഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയുള്ള ഒരു ബന്ധമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് അങ്ങ് പോകും. ഭയങ്കര ഒരു അവസ്ഥ. ഇപ്പം നമ്മുടെ മഞ്ജരീസിന്റെ ഗെറ്റ് ടുഗദറിന് വന്നവർക്കറിയാം എന്താണ്, അവര് പലരും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. പക്ഷെ ആ ഒരു ഗ്രൂപ്പിന്റെ ആ ഒരു സന്തോഷം, സമാധാനം, പിരിഞ്ഞു പോകാൻ ഇഷ്ടപ്പെടാത്തൊരവസ്ഥ, കളിയും ചിരിയുമായി ഒരുമിച്ച് ഒരു ബെഡിൽ കിടന്നുറങ്ങി പലരും. അതൊരു ആ ഭക്ത കൂട്ടായ്മയുടെ ഒരു ക്വാളിറ്റിയാണ്. ഒരു വീട്ടിൽ പരസ്പരം മിണ്ടാത്ത രണ്ട് വ്യക്തികളെക്കാൾ നല്ലതാണ് പല രാജ്യങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർ ഒരുമിച്ച് ഒരേപോലെ ഒരു റൂമിൽ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പരസ്പരം ചേച്ചി, ചേട്ടാ, അച്ഛ, അമ്മ, മോളെ എന്ന് വിളിച്ച് ഒരു കുടുംബം പോലെ മുന്നോട്ട് പോണത്. ആ ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീലാണ്. ആ ഫീലിനെ നമുക്ക് ഒരിക്കലും എവിടെയും പറയാൻ പറ്റില്ല. അടുത്ത ഘട്ടത്തിൽ ശ്രേഷ്ഠനായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ദീക്ഷ ലഭിക്കുകയും അദ്ദേഹത്തിന്റെ കീഴിൽ സാധകൻ ഭക്തിപരമായിരിക്കുന്ന സേവനങ്ങളിൽ ഏർപ്പെട്ട് കർമ്മം തുടങ്ങുകയും ചെയ്യും. ഇതൊന്നും ഇല്ലാത്തവർ പോയി ദീക്ഷ എടുത്തിട്ട് കാര്യമില്ല. ദീക്ഷ എന്ന് പറയുന്നത് വഴിയോരത്തൂടെ പോകുന്നവർക്ക് കൊടുക്കാനുള്ള സാധനമല്ല. ദീക്ഷ എന്ന് പറയുന്നത് പരമോന്നതമായിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അത് വാങ്ങാൻ ഈ ജന്മം നമുക്ക് യോഗ്യതയില്ല, സീരിയസ്ലി യോഗ്യതയില്ല. അതൊക്കെ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ജന്മങ്ങളുടെ പുണ്യമാണ്. ദീക്ഷ ലഭിച്ച ഒരു വ്യക്തി ജീവിക്കേണ്ട രീതിയുണ്ട്. ദീക്ഷ ലഭിക്കാൻ ഒരു വ്യക്തി ജീവിക്കേണ്ട രീതിയുണ്ട്. ഈ രണ്ട് രീതിയും ഭയങ്കര ടഫാണ്. വാഗൊണ്ട് ഇവിടെ ഒരു ലൈവിലിരുന്ന് പറയുന്ന പോലെയല്ല ഈ സാധനങ്ങളൊന്നും. 16 മാല ജപിച്ചുകൊണ്ട് ദീക്ഷ മേടിക്കാൻ പറ്റില്ല. ഉള്ളി, വെളുത്തുള്ളി, സവാള ഉപേക്ഷിച്ചുകൊണ്ട് ദീക്ഷ മേടിക്കാൻ പറ്റില്ല. ചായയും കാപ്പിയും നിർത്തിക്കൊണ്ട് ദീക്ഷ മേടിക്കാൻ പറ്റില്ല. ഇതൊക്കെ അതിന്റെ ചില 1% റൂൾസ് ആണ്. മനസ്സിലല്ലേ? 1% മാത്രമുള്ള ഒരു റൂൾസ് ആണ്. ഇതിന്റെ അപ്പുറത്തേക്ക് വൈകാരികമായി, വിവേകപരമായി, ശാരീരികമായി, മാനസികമായി നമ്മൾ കുറെ മാറണം. അതൊക്കെ മാറി നമ്മളൊരു ഇരുത്തം വന്ന വ്യക്തികളാവണം. എങ്കിൽ നമ്മൾ ദീക്ഷയെ കുറിച്ചൊന്ന് ചിന്തിക്കാം. എന്നിട്ട് ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ദീക്ഷ ലഭിക്കും. ഇല്ലെങ്കിൽ ആ ഒരു ദീക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ ജീവിച്ച് തീരുക. ഭഗവാന് താല്പര്യം ഉണ്ടെങ്കിൽ ദീക്ഷ കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകും. അല്ലാതെ അയ്യോ എനിക്ക് ദീക്ഷ എടുക്കണം, എനിക്ക് ദീക്ഷ എടുക്കണം, എനിക്ക് ദീക്ഷ എടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ദീക്ഷയ്ക്ക് പിന്നാലെ ഓടണ്ട. അങ്ങനെയൊന്നും എടുക്കാനുള്ള ഒരു യോഗ്യത നമുക്കില്ല. അതൊക്കെ ഹൈലി സുപ്രീം ലോർഡ് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ എളുപ്പം പോയി വാങ്ങാനുള്ള ഒരു സാധനമല്ല ദീക്ഷ എന്ന് പറയുന്നത്. ഗുരുവിന്റെ മേൽനോട്ടത്തിൽ സേവനകർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ആസക്തി ആകമാനം നീങ്ങി ആത്മസാക്ഷാത്കാരത്തിൽ സ്ഥിരമതിയാവുന്നു. ഒരു ഗുരുവിന്റെ ശിക്ഷണത്തിൽ നമ്മൾ ജീവിച്ച് നമ്മുടെ മനസ്സിലുള്ള സർവ്വ ആസക്തികളെയും കളഞ്ഞിട്ട് ഒരു ക്ലീനായ ഒരു പ്രതലമാക്കി നമ്മൾ നമ്മുടെ മനസ്സിനെ കൊണ്ട് നടന്ന് ഒരു പെർഫെക്റ്റ് സോണിൽ നമ്മൾ നിന്നാൽ ഗുരു പറയും നമുക്ക് ദീക്ഷ വേണമോ വേണ്ടേന്ന്. അങ്ങനെ വാങ്ങേണ്ടതാണ് ദീക്ഷ. പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണന്റെ കഥാശ്രവണത്തിൽ ഔത്സുക്യം ജനിക്കുകയും ചെയ്യുന്നു. ഭഗവാന്റെ ആ കഥകൾ കേൾക്കാനുള്ള ഒരു ആഗ്രഹം നമുക്ക് വരും. ഈ ഔത്സുക്യം ഒരാളെ ബോധത്തോടുള്ള മമതാബോധത്തിലേക്ക് എത്തിക്കും. അങ്ങനെ ആ ഒരു കാര്യം കേൾക്കാൻ ആഗ്രഹിച്ച് നമ്മൾ മെല്ലെ കൃഷ്ണാവബോധത്തിലേക്ക് എത്തും. അതിന്റെ ഭാവം എന്ന പരിപക്വമായ അവസ്ഥയിൽ അതറിയണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ കൃഷ്ണനോടുള്ള അതിരറ്റ സ്നേഹത്തിൽ നമ്മൾ എത്തും. അങ്ങനെ കൃഷ്ണാവത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വന്നാലും കൃഷ്ണ, സങ്കടം വന്നാലും സന്തോഷം വന്നാലും കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ആ രണ്ടക്ഷരത്തിൽ തീരും നമ്മുടെ എല്ലാം. സന്തോഷവും അതെ, സങ്കടവും അതെ, ദുഃഖവും അതെ, ആകുലതയും അതെ, എല്ലാം അതെ, എല്ലാം അതെ. ഇന്നിപ്പം 2 ദിവസമായിട്ട് ഞാനിവിടെ പ്രാക്ടീസിൽ ഇങ്ങനെ കംപ്ലീറ്റ് എൻഗേജ്ഡ് ആയപ്പോഴും എൻ്റെ ഉള്ളിൽ നിങ്ങളായിരുന്നു. ഏത് സമയം എനിക്ക് ക്ലാസ് എടുക്കാം, എപ്പോൾ എനിക്കൊരു 1 hour ബ്രേക്ക് കിട്ടും, എങ്ങനെ വന്ന് ക്ലാസ് എടുക്കാം. അപ്പോഴാണ് ഇവിടെ ഫുഡ് നോൺ വെജ് ആയത്. ആ സമയം ഞാൻ ഓടി പുറത്ത് ഒരു ജ്യൂസ് കുടിച്ചു, ഒരു മെസ്സേജ് ഇട്ടു, ഞാൻ ഫുഡ് കഴിക്കാൻ പുറത്തു പോവാണ്, വെജ് കഴിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് ഓടിപ്പോയി ഒരു പപ്പായ ജ്യൂസ് കഴിച്ചു. തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ടയർഡ്, ഒന്ന് കെടുന്നാ മതി എന്നുണ്ട് 1 മണിക്കൂർ. ഇല്ലെങ്കിൽ തലയിൽ ഒരു കോമഡിയും വർക്കൗട്ട് ആവൂല. അതേ കോമഡി കളിച്ചിട്ട് കാര്യമില്ല. കൗണ്ടർ പറഞ്ഞ് നിങ്ങളെ ചിരിപ്പിക്കുന്ന രീതിയിൽ കോമഡി എഴുതി ഉണ്ടാക്കണ്ടേ, അത് എഴുതി ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യണ്ടേ. ഇപ്പൊ ഒന്നും തലയിൽ കയറില്ല. അപ്പോൾ ഒരു 1 hour റെസ്റ്റ് കിട്ടി. ആ 1 hour ഞാൻ എന്ത് വിചാരിച്ചു, ഞാനിപ്പോൾ വെറുതെ ഈ കട്ടിലേക്ക് കയറി AC ഇട്ട് മലന്ന് കിടന്ന സമയം കളയേണ്ട ആവശ്യം തിരിക്കുന്നു.
ക്ലാസ് എടുക്കാം. ആ കൃഷ്ണനെ കുറിച്ച് 2 വാക്കങ്ങോട് പറഞ്ഞാൽ നമ്മളെ എനർജി ലെവൽ അങ്ങോട്ട് മാറി അല്ലേ. ആ എനർജിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, സ്കിറ്റ് കളിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ പോകും. സന്തോഷമുണ്ട്. അങ്ങനെയാണ് വീണ്ടും വന്നിട്ട് ക്ലാസ് എടുക്കുക. അല്ലെങ്കിൽ ഈ 10 മണിക്ക് ലൈവിൽ വന്ന് ക്ലാസ് എടുക്കും ഇല്ല, ഇതേ പോവാ മോനെ. അങ്ങനെ നമ്മൾ ഭഗവാനോട് അതിരറ്റ എന്താ പറയാ, അതിരറ്റ ഒരു സ്നേഹം അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഭഗവാനോട് തോന്നുന്ന ഈ യഥാർത്ഥത്തെ സ്നേഹത്തെ പ്രേമം എന്നാണ് പറയുന്നത്. ഭഗവാനോട് തോന്നുന്ന ഈ ഒരു അതിരറ്റ സ്നേഹത്തെ നമ്മൾ പ്രേമം എന്ന് പറയും. അഥവാ മനുഷ്യ ജീവിതത്തിന്റെ സമ്പൂർണ്ണ അവസ്ഥ. എപ്പോഴാണോ ഭഗവാനോട് നമുക്കൊരു അതീന്ദ്രിയമായിരിക്കുന്ന ഒരു പ്രേമം വരുന്നത്, ഞാൻ വീണ്ടും പറയുന്നത് ഭൗതികമായിരിക്കുന്ന പ്രേമമല്ല, ആത്മീയമായിരിക്കുന്ന ഒരു പ്രേമം. ആ പ്രേമം എപ്പോൾ നമ്മളെ ഉള്ളിൽ ജനിക്കുന്നുവോ ആ സമയമാണ് നമ്മുടെ ജീവിതത്തിന്റെ സമ്പൂർണ്ണ അവസ്ഥ എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊരു നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ കംപ്ലീറ്റ് ലെവൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ പ്രേമാവസ്ഥയിൽ ജീവാത്മാക്കൾ നിരന്തരം ദിവ്യമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നു. ഇങ്ങനെ ഒരു പ്രേമം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഭഗവാന്റെ സേവനം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഭഗവാന്റെ സേവനം എന്ന് പറഞ്ഞാൽ ഭക്തരുടെ സേവനം ചെയ്യും അല്ലെ. ഭഗവാന്റെ സേവനം ചെയ്യാന്ന് പറഞ്ഞാല് ഭഗവാന്റെ ഭക്തരെ സേവിക്കുമ്പോഴാണ് ഭഗവാനെ സേവിക്കുന്നതിന് തുല്യമാവുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മാനവ സേവ മാധവ സേവ എന്ന് പറയുന്നത്. ക്ലിയർ? ആ സേവനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുന്നത് മാത്രമല്ല, അവരെ കൃഷ്ണാവബോധത്തിലേക്ക് എത്തിക്കുന്നതും കൂടി ഒരു മഹത് സേവനമാണ്. അതാണ് ഞാൻ പറയുന്നത് മാക്സിമം ലൈവ് ഷെയർ ചെയ്യണമെന്ന്. അതുകൊണ്ട് ഒരു വിശ്വസന്യാസിയായ ആധ്യാത്മിക ഗുരുവിന്റെ കീഴിൽ ക്രമേണ ഭക്തിയുത സേവനം അനുഷ്ഠിച്ചുകൊണ്ട് ഒരാൾക്ക് ഭൗതിക ആസക്തികളിൽ നിന്നും ആധ്യാത്മിക വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്നും ശൂന്യവാദത്തിൽ നിന്നും ഉളവായ ഇച്ഛാഭംഗങ്ങളിൽ നിന്നും മുക്തനായി പരമമായ പദം പ്രാപിക്കാൻ കഴിയും. ഇതൊക്കെ മനസ്സിലാക്കി വിശ്വലോക എന്താ പറയുന്നത്, വിശ്വാസ്യനായിരിക്കുന്ന ഒരു ആധ്യാത്മിക ഗുരുവിന്റെ, നമ്മൾ വെറുതെ ഏതെങ്കിലുമൊക്കെ ഒരു ഗുരുക്കന്മാരെ എനിക്കൊരു ഗുരുവിനെ വേണമെന്നും പറഞ്ഞുകൊണ്ട് മൊബൈൽ റീചാർജ് ചെയ്യാൻ പോകുന്ന പോലെ, കടയിൽ കയറി റീചാർജ് ചെയ്യുന്ന പോലെ അല്ല നമ്മളൊരു ഗുരുവിനെ തേടേണ്ടത്. നമ്മൾ എങ്ങനെയാ ഗുരുവിനെ തേടേണ്ടത്? നമ്മൾക്ക് വിശ്വാസ്യമുള്ള ഒരു ഗുരുവിനെ, നല്ല വിശ്വാസത്തോടെയുള്ള ഒരു ഗുരുവിനെ നമ്മൾ അങ്ങ് സെലക്ട് ചെയ്ത് നമ്മുടെ ഹൃദയത്തിൽ വെച്ച് ആ ക്വാളിറ്റി ആ ഗുരുവിലുണ്ടോ എന്ന് ചിന്തിച്ച് അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്ത ഗുരുവാണ് ശ്രീല പ്രഭുപാജി. അദ്ദേഹത്തിന് കംപ്ലീറ്റ് മാൻ അല്ലെ. അപ്പം അങ്ങനെ ഒരു ഗുരുവിനെ നമ്മൾ തെരഞ്ഞെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ ആ ഒരു പാദത്തിൽ, ആ ഒരു പാത പിന്തുടർന്ന് അമ്മ കൊഞ്ചു പാരമ്മോ, ആ ഒരു പാദത്തിൽ നമ്മൾ അഭയം പ്രാപിച്ചിട്ട് ആധ്യാത്മിക വ്യക്തിത്വത്തെ കുറിച്ചുള്ള ഭയം, അതായത് ഈ ഭൗതിക ലോകം വിട്ടിട്ട് ആധ്യാത്മിക ലോകമുണ്ട്, ആ ലോകത്തെ കുറിച്ചുള്ള ആ ഭയത്തിൽ നിന്നൊക്കെ പുറത്തു വന്ന് ശൂന്യതാവാദം, ഒന്നുമില്ലാത്ത വിഡ്ഢിത്തം നിറഞ്ഞ നമ്മുടെ കുറെ ചിന്താഗതികളിൽ നിന്നൊക്കെ പുറത്തു വന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇച്ഛാഭംഗങ്ങളിൽ നിന്ന്, ഒരുപാട് ആസക്തികളിൽ നിന്ന്, ആഗ്രഹങ്ങളിൽ നിന്ന്, പ്രതികാര മനോഭാവങ്ങളിൽ നിന്ന്, അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു വന്നിട്ട് മുക്തനായിട്ട് പരമമായ പദം നമ്മൾ പ്രാപിക്കണം. മുക്തനായിട്ട് നമ്മൾ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്നു, ശ്രീല പ്രഭുപാദ് കി ജയ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ട് നമ്മൾ ഭഗവാന്റെ ആ ഒരു പാദങ്ങളിൽ നമ്മൾ അഭയം പ്രാപിക്കണം. ആ പാദങ്ങളിൽ നമ്മൾ ആശ്രയിക്കണം. അപ്പോൾ ഒരാൾക്ക് സർവേശ്വരന്റെ നാമത്തിൽ നിഷ്പ്രയാസം ചെന്നെത്താന്ന് പറയുന്ന ആ ധാമത്തിലേക്ക്. അങ്ങനെ നമ്മൾ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ ഭൗതിക ആസക്തികളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, ആഗ്രഹങ്ങളിൽ നിന്നും, ചിന്തകളിൽ നിന്നും, വാക്കിൽ നിന്നും, പ്രവൃത്തിയിൽ നിന്നും എല്ലാം പുറത്തു വന്നിട്ട് ഭൗതിക ആസക്തിയെല്ലാം ചുരുട്ടിക്കൂട്ടി അങ്ങ് ചവറ്റുകൊട്ടയിൽ ഇട്ട് കഴിഞ്ഞാൽ ഭഗവാന്റെ ധാമത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന പറയുന്നത്. അല്ലാത്തൊരു വ്യക്തി അങ്ങനെ അവിടെ ഇരിക്കും, വീണ്ടും 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 ജനിച്ച് അവിടെ അങ്ങനെ ഇരിക്കും. ക്ലിയർ? അപ്പൊ അതൊക്കെ വിട്ടിട്ട് നമ്മൾ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് എന്ത് ചെയ്യാ? നിങ്ങൾ പോയി കിടന്നുറങ്ങുക, ഞാൻ പോയിട്ട് എൻ്റെ ജോലി നോക്കട്ടെ. ഓക്കെ? അപ്പോൾ ആ ഒരു 1 അവർ ക്ലാസ് എടുക്കാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. നാളെയും ഇതുപോലെ ഒരു 1 അവർ കിട്ടിയാൽ വരും. ഫ്ലവേഴ്സ് ടിവിയുടെ പുതിയ പ്രോഗ്രാമുമായിട്ട് ഞാനിപ്പോൾ ഇവിടെ എറണാകുളത്താണ്. ഷൂട്ട് തുടങ്ങി. ആ പ്രോഗ്രാം വരുന്ന സമയത്ത് ഞാൻ പറയും. എല്ലാവരും പ്രോഗ്രാം കാണുക, സപ്പോർട്ട് ചെയ്യുക. പറ്റുന്ന കോമഡിയൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അറിയാവുന്ന കോമഡി ചെയ്യാം. അപ്പം അതൊക്കെ ഒന്ന് വിജയിപ്പിക്കുക. സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക, ഭഗവാനെ ചേർത്ത് പിടിക്കുക. എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സാരമില്ല എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മറന്ന്, ബുദ്ധിമുട്ടുകളെല്ലാം മറന്ന് സന്തോഷത്തോടു കൂടി എല്ലാവരും എന്ത് ചെയ്യുക? സമാധാനത്തോടു കൂടി പോയി സുഖമായി കിടന്നുറങ്ങാം. ഓക്കെ? ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭാത് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ ഭവനപുരേഷൻ കി ജയ്. രാവിലെ പൊതുവേ ക്ലാസ് പകലായിരുന്നു, പക്ഷേ എനിക്കിപ്പം എൻ്റെ ജോലി തിരക്ക് കൊണ്ടാണ് രാവിലെ ക്ലാസ് എടുക്കാൻ പറ്റാത്തത്. എങ്കിലും ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി ഓടി വരാൻ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളും പാവം കാത്തിരിക്കും, എനിക്കും അതൊരു സങ്കടം.
എന്താ പറയുക, അന്നദാനവും കൊടുക്കുന്നില്ല, ആഹാരവും ഇടുന്നില്ല, മാതാജിയെയും കാണുന്നില്ല, ക്ലാസ്സും എടുക്കുന്നില്ല, എന്താ മാതാജി ഇത്, ക്ലാസ്സെങ്കിലും ഒന്ന് എടുത്തന്നൂടെ എന്ന ചിന്ത ഏതെങ്കിലും ഒരാളുടെ ഹൃദയത്തിലൂടെങ്കിലും പോകുമ്പം അത് വിഷമമല്ലേ. ക്ലാസ്സാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ക്ലാസ് എടുക്കാം കേട്ടോ. പറ്റുന്ന സമയങ്ങളിലെല്ലാം ഓടി വന്നെടുക്കാം. അപ്പം ഞാൻ പൊക്കോട്ടെ, പറഞ്ഞ സമയം കഴിഞ്ഞു. 11:15 വരാതെ 11:23 ഹരേ കൃഷ്ണ. സാധിച്ചാൽ നാളെ കാണാം. അവിടെ നാളെ ഏതെങ്കിലും ഒരു സമയം വരാം കേട്ടോ.